ബാറ്റൻ ബോസ് ക്രൈം ത്രില്ലർ ഡോക്ടർ സീറോ. സൗത്ത് ആസ്ട്രേലിയയുടെ തലസ്ഥാനമായ അഡ്ലെയ്ഡ്. ഇലക്ട്രിക് ബൾബുകളുടെ പ്രകാശത്തിൽ ആ പട്ടണം പകലിനേക്കാൾ മനോഹരമായിരുന്നു. പട്ടണത്തിൻ്റെ വിരിമാറിലൂടെ പാഞ്ഞു വന്ന കാർ മനോഹരമായ ഒരു ബംഗ്ലാവിൻ്റെ മുൻപിൽ നിന്നു. കാറിൽ നിന്നും പുറത്തിറങ്ങിയ പ്രൊഫസർ ബെർണാഡ് തൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡിലേക്ക് മറിഞ്ഞു. അദ്ദേഹം വിയർപ്പിൽ കുളിച്ചിരുന്നു. എന്തോ മനോദുഃഖം സഹിക്കുന്നത് പോലെ ആ മുഖം മ്ലാനമായിരുന്നു. അദ്ദേഹം എയർ കണ്ടീഷണർ ഓൺ ചെയ്തു. ആസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് പ്രൊഫസർ ബെർണാഡ്. ആംഗലേയ ഭാഷയിൽ 30-ൽ പരം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 55-കാരനായ പ്രൊഫസറുടെ ഏക പുത്രിയാണ് റോസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. പകലും രാത്രിയിലും എഴുത്തുമായി കഴിയുന്ന പ്രൊഫസറുടെ മുഖം പ്രകാശിതമായിരുന്നു. എന്നാൽ കുറേ ദിവസങ്ങളായി അതിനൊരു മാറ്റം സംഭവിച്ചു. തൻ്റെ പിതാവിൻ്റെ ഭാവമാറ്റത്തിന് കാരണമെന്താണെന്ന് എത്ര തന്നെ ആലോചിച്ചിട്ടും റോസിന് പിടികിട്ടിയില്ല. എന്തോ മനക്ലേശം അനുഭവിക്കുന്നിടത്ത് ആ മുഖം വിളിച്ചറിയിക്കുന്നു. ഈയിടെ അദ്ദേഹത്തിൽ പുതിയൊരു മാറ്റം കൂടി ഉണ്ടായിരിക്കുന്നു. എന്നും ഡയറി എഴുതുക. ഒരാഴ്ച മുമ്പ് വരെ അദ്ദേഹം ഡയറി എഴുതിയിരുന്നില്ല. എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ സേഫിൽ വെച്ച് പൂട്ടും. മനസ്സിലെ ദുഃഖത്തിൻ്റെ കാരണം എഴുതി വച്ചിരിക്കുമോ? എന്താണ് ഡയറിയിൽ എഴുതുന്നതെന്നറിയാൻ റോസ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സേഫിൻ്റെ താക്കോൽ കിട്ടാതെ അവളുടെ ശ്രമം വിഫലമായതേയുള്ളൂ. എന്താണ് ഈ മാറ്റത്തിന് കാരണമെന്ന് നേരിട്ട് ചോദിച്ചാൽ എന്തെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും ചോദിച്ചില്ല. റോസ് ജനൽ കർട്ടൻ മാറ്റി പ്രൊഫസറുടെ മുറിയിലേക്ക് നോക്കി. അദ്ദേഹം ഡയറി എഴുതുകയാണ്. അവൾ പിതാവിനെയും നോക്കി അല്പനേരം നിന്നു. അദ്ദേഹത്തിന് എന്തു സംഭവിച്ചിരിക്കും? പ്രൊഫസർ എഴുത്ത് നിർത്തി ഡയറി സെൽഫിനുള്ളിൽ വെച്ച് പൂട്ടിയിട്ട് താക്കോൽ കോട്ടിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ദുഃഖഭാവം അല്പം ലഘൂകരിക്കപ്പെട്ടതായി അവൾക്ക് തോന്നി. അവൾ വരാന്തയിലേക്ക് നടന്നു. മുന്നിൽ മഹാസാഗരം പോലെ അഡ്ലെയ്ഡ് നഗരം കിടക്കുന്നു. റോഡിലൂടെ വാഹനങ്ങളുടെ പ്രവാഹം ഇനിയും നിലച്ചിട്ടില്ല. ബംഗ്ലാവിലെ നാഴികമണി രാത്രി 11 വിളിച്ചറിയിച്ചു. റോസ് ഉറക്കറയിലേക്ക് നടന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. നഗരത്തിലെ വാഹനങ്ങളുടെ പ്രവാഹം കുറേയൊക്കെ നിലച്ചിട്ടുണ്ട്. തെരുവ് വിളക്കുകൾ അണഞ്ഞു. മൂടൽമഞ്ഞിൻ്റെ ഇടയിൽ നഗരമധ്യത്തിലെ മെർക്കുറി ട്യൂബുകളുടെ പ്രകാശം അല്പാൽപമായി കാണാം. ഏതോ ഫാക്ടറിയിലെ വലിയ നാഴികമണി 12 പ്രാവശ്യം ശബ്ദിച്ചു. ഒരു കടൽക്കാറ്റ് ആഞ്ഞുവീശി. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നിന്ന യൂക്കാലിപ്സ് മരങ്ങൾ കാറ്റത്ത് ആഞ്ഞുലഞ്ഞു. ഭംഗിയായി വെട്ടിനിർത്തിയിരുന്ന ചെടികൾ മൂടൽമഞ്ഞിനാൽ മറയ്ക്കപ്പെട്ടു. ബംഗ്ലാവിൻ്റെ ഒരു ഭാഗത്തു നിന്നും നേരിയ ശബ്ദം പോലും കേൾക്കുന്നില്ല. 2ാമത്തെ നിലയിൽ പ്രൊഫസറുടെ മുറിയിൽ മാത്രം വെളിച്ചമുണ്ട്. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ മൂടൽമഞ്ഞ് മുറിക്കകത്തേക്ക് ഇഴഞ്ഞു കയറുന്നു. അല്പാൽപമായി പുറത്തേക്ക് വരുന്ന പ്രകാശത്തെ മഞ്ഞ് പൂർണ്ണമായും തടഞ്ഞു നിർത്തി. ഫാക്ടറിയിലെ നാഴികമണി ഒന്നുകൂടി ശബ്ദിച്ചു. ഇതേ സമയം നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിലൂടെ ഒരു മഞ്ഞ കാർ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. മൂടൽമഞ്ഞിൽ ആ കാറിൻ്റെ പ്രകാശം അവ്യക്തമായി മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. അമ്പലത്തിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന മേഘശകലങ്ങളുടെ ഇടയിൽ ചന്ദ്രിക ഒളിച്ചിരിക്കുകയാണ്. ആ കാർ ബംഗ്ലാവിൻ്റെ മുൻപിൽ വന്നു നിന്നു. മൂടൽമഞ്ഞിനാൽ പൂർണ്ണമായും മറയ്ക്കപ്പെട്ടിരുന്ന ആ കാറിൽ നിന്നും 2.5 അടി ഉയരം വരുന്ന ഒരു രൂപം പുറത്തിറങ്ങി. വാതിൽ അടഞ്ഞു കിടന്നിരുന്നതിനാൽ ആ രൂപം അല്പനേരം സംശയിച്ചു നിന്നു. ബംഗ്ലാവിൻ്റെ ഒരു വശത്തായി 2ാം നിലയിലേക്ക് പോകുന്ന ഒരു കുഴലുണ്ട്. വെള്ളം കൊണ്ടുപോകുന്ന കുഴലാണത്. ആ രൂപം കുഴലിൽ പിടിച്ച് മുകളിലേക്ക് കയറി തുടങ്ങി, ഒരു കുരങ്ങിനെ പോലെ. 2ാം നിലയിലെത്തിയ ആ രൂപം ചുറ്റുമൊന്ന് വീക്ഷിച്ചു. തന്നെ ആരും കണ്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അത് സാവധാനം മുന്നോട്ട് നടന്നു, എലിയെ പിടിക്കാൻ പോകുന്ന മാർജാരനെ പോലെ. പ്രൊഫസറുടെ മുറിയുടെ മുൻപിലെത്തിയ രൂപം തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കി. പ്രൊഫസർ അയാൾക്ക് പുറം തിരിഞ്ഞ് ഇരിക്കുകയാണ്. എന്തോ അഗാധമായി ചിന്തിക്കുന്നുണ്ടാവാം. ആ രൂപം വാതിൽ തള്ളി. ചാരിയിട്ടിരുന്ന വാതിലിൻ്റെ ഒരു പാളി തുറന്ന് അത് ഉള്ളിൽ കയറി. അതൊരു മനുഷ്യനായിരുന്നു. 2.5 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ. അയാൾ ചുവന്ന വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ചെമ്പൻ തലമുടി വായുവിൽ പറന്നു കളിക്കുന്നു. അയാളുടെ ആഗമനം പ്രൊഫസർ അറിഞ്ഞിരുന്നില്ല. കസേരയോളം മാത്രം പൊക്കമുള്ള ആ മനുഷ്യൻ്റെ നിഴൽ പോലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ കോട്ടിനുള്ളിൽ നിന്നും ഒരു കൈത്തോക്ക് പുറത്തെടുത്തു. 3 ഇഞ്ച് നീളമുള്ള ആ തോക്കിൻ്റെ കുഴലിന് 1 മില്ലിമീറ്റർ വ്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രൊഫസറുടെ കഴുത്തിന് നേരെ നീട്ടിപ്പെട്ടു. ഒരു നിമിഷം തോക്കിനുള്ളിൽ നിന്നും നീണ്ട ഒരു സൂചി പ്രൊഫസറുടെ കഴുത്തിൽ തറച്ചിട്ട് തിരിച്ച് തോക്കിനുള്ളിലേക്ക് കയറി. പ്രൊഫസർ ഞെട്ടി തിരിഞ്ഞു നോക്കി.
ആ അത്ഭുത മനുഷ്യനെ അദ്ദേഹം ഒരു നോക്ക് കണ്ടു. ഉടനെ മേശയുടെ ഡ്രോയിൽ നിന്നും റിവോൾവർ പുറത്തെടുത്തു. ഠേ! ആ മനുഷ്യൻ്റെ നേരെ അദ്ദേഹം നിറയൊഴിച്ചു. എന്നാൽ അയാൾ ഒഴിഞ്ഞു മാറി. ലക്ഷ്യം തെറ്റിയ ബുള്ളറ്റ് ജനൽ ചില്ലുകൾ തകർത്തുകൊണ്ട് പാഞ്ഞുപോയി. അത്ഭുത മനുഷ്യൻ വാതിലിലൂടെ പുറത്തേക്ക് ഓടി കുഴൽ വഴി താഴെ ഇറങ്ങി. ബന്ധപ്പെട്ട് പുറത്തു വന്ന ഡോക്ടർ കാണുന്നത് കാർ പാഞ്ഞു പോകുന്നതാണ്. വെടിയൊച്ചയും ജനൽച്ചില്ല് തകരുന്ന ശബ്ദവും കേട്ട റോസ് ഞെട്ടി ഉണർന്നു. അവൾ പിതാവിൻ്റെ മുറിയിലേക്ക് ഓടി വന്നു. പ്രൊഫസർ വിദൂരതയിൽ കണ്ണും നട്ടുകൊണ്ട് നിശ്ചലനായി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകൾ തളർന്നു. ശരീരത്തിന് ഒരു വിറയൽ ബാധിച്ചു. അദ്ദേഹം നിലത്ത് കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ താങ്ങാനുള്ള കരുത്ത് റോസിനുണ്ടായിരുന്നില്ല. അവൾ പിതാവിനെ പരിശോധിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. റോസിന് തല കറങ്ങുന്നതുപോലെ തോന്നി. തൻ്റെ കാൽച്ചോട്ടിൽ നിന്നും ഭൂമി അകന്നു പോകുന്നത് പോലെയും. ദിവസങ്ങളായി പിതാവിൽ കണ്ട മാറ്റത്തിൻ്റെ ഫലമാണിത്. ഉടനെ ഫോണെടുത്ത് സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്തു. പിന്നെ ഡോക്ടർക്കും. അഡ്ലൈഡിൻ്റെ മാറിലൂടെ ചില കാറുകൾ പാഞ്ഞുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കാർ ബംഗ്ലാവിന് മുൻപിൽ വന്നു നിന്നു. അതിൽ നിന്ന് പോലീസ് ഇൻസ്പെക്ടറും ഡിറ്റക്റ്റീവ് ഫ്രാൻസിസും 3 പോലീസുകാരും ഇറങ്ങി ബംഗ്ലാവിലേക്ക് വന്നു. ഇൻസ്പെക്ടർ ശവം പരിശോധിച്ചു. പ്രൊഫസറുടെ വലത് കരത്തിൽ അമർന്നിരുന്ന റിവോൾവർ ഇൻസ്പെക്ടർ പരിശോധിച്ചു. അത് പ്രൊഫസറുടേതാണെന്ന് തന്നെയാണ്. പ്രൊഫസർ വിഷബാധയേറ്റാണ് മരിച്ചതെന്ന് തീർച്ച. ആരാണ് അദ്ദേഹത്തിന് വിഷം കൊടുത്തത്? എന്തിനാണ് അദ്ദേഹം തോക്കെടുത്തത്? ഇൻസ്പെക്ടർ ബംഗ്ലാവിലെ ജോലിക്കാരെയെല്ലാം ചോദ്യം ചെയ്തു. അവരിൽ നിന്നും യാതൊരു തെളിവുകളും കിട്ടിയില്ല. അദ്ദേഹം ശവത്തിനടുത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ആ കൊലപാതകത്തെപ്പറ്റി വ്യക്തമായി പഠിക്കുകയായിരുന്നു. പ്രൊഫസറുടെ മരണത്തെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ചോദിച്ചു. തീർച്ചയായും ഇതൊരു കൊലപാതകമാണ്, ഇൻസ്പെക്ടർ മൃതശരീരത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് വിഷമായിരിക്കും ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്? ഡോക്ടർ വന്നാൽ അറിയാൻ സാധിക്കും. മിസ് റോസ് അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വിഷം നൽകിയത് ആരായിരിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒന്നുകിൽ ഇവിടുത്തെ ജോലിക്കാർ. ഭക്ഷണം കഴിഞ്ഞ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന സ്വഭാവക്കാരനായിരിക്കാം പ്രൊഫസർ ബെർണാഡ്. കുശിനിക്കാരൻ വിഷം ചേർത്ത് കൊടുത്തതായിരിക്കാം. അല്ലെങ്കിൽ പ്രൊഫസർ ആത്മഹത്യ ചെയ്തതായിരിക്കാം. ദിവസങ്ങളായി അദ്ദേഹത്തെ എന്തോ ദുഃഖം അലട്ടുന്നുണ്ടായിരുന്നെന്നാണ് റോസ് പറഞ്ഞതും. ഇത് രണ്ടും തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. പുക അലസമായി വായുവിലേക്ക് ഊതി പറപ്പിച്ചുകൊണ്ട് ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് പറഞ്ഞു. തൻ്റെ യജമാനെ വിഷം കൊടുത്തു കൊന്നിട്ട് പാവപ്പെട്ട കുശിനിക്കാരൻ എന്ത് നേടാനാണ്? പ്രതിഫലം കിട്ടിയാൽ തന്നെയും അയാളത് ആ ക്രൂരകൃത്യത്തിന് തുനിയുമെന്ന് തോന്നുന്നില്ല. പ്രൊഫസർ ആത്മഹത്യ ചെയ്തതല്ല. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ആ റിവോൾവർ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു? നമ്മുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടാത്ത ഒരാളാണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ അയാൾ എങ്ങനെയാണ് കെട്ടിടത്തിനുള്ളിൽ കയറിയത്? വാതിൽ അകത്തുനിന്ന് ബന്ധിച്ചിരിക്കുകയായിരുന്നല്ലോ. ഡിറ്റക്റ്റീവിൻ്റെ വാക്കുകളിൽ ഇൻസ്പെക്ടർക്ക് വിശ്വാസം തോന്നിയില്ല. ഈ നിലയിൽ എത്തുന്നതിന് വാതിൽ തുറക്കണമെന്നില്ല. അവിടെ നോക്കൂ. ഫ്രാൻസിസ് വരാന്ത അവസാനിക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി. അവിടെയാണ് ആ കുഴൽ മുറിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് വെള്ളം കൊണ്ടുവരുന്ന ഒരു കുഴലാണ്. ബാലൻസ് തെറ്റാതെ ഒരാൾക്ക് കുഴലിൽ പിടിച്ച് ഇവിടെ എത്താം. ഇൻസ്പെക്ടർ ശ്രദ്ധയോടെ കേട്ടുനിന്നു. അദ്ദേഹം തുടർന്നു. അങ്ങനെ ഈ നിലയിലെത്തിയ ഘാതകൻ പ്രൊഫസറുടെ മുറിയിലെത്തി. അപ്പോൾ ദുഃഖഭാരത്താൽ ചിന്താധീനനായിരുന്ന പ്രൊഫസർ ഘാതകൻ്റെ ആഗമനം അറിഞ്ഞു കാണുകയില്ല. ഘാതകൻ പ്രൊഫസറുടെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ചു. അപ്പോൾ അദ്ദേഹം ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആപത്ത് മനസ്സിലായപ്പോൾ റിവോൾവർ എടുത്ത് ഘാതകൻ്റെ നേരെ നിറയൊഴിച്ചു. എന്നാൽ ഘാതകൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കണം. ലക്ഷ്യം തെറ്റിയ വെടിയുണ്ട ജനൽ ചില്ലുകൾ തകർത്തുകൊണ്ട് കടന്നുപോയി. ഘാതകൻ കുഴൽ വഴി അപ്രത്യക്ഷനായിരിക്കും. അവനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴായിരിക്കും വിഷത്തിൻ്റെ ശക്തി അദ്ദേഹത്തെ തകർത്തിക്കളഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. ഘാതകൻ പ്രൊഫസറുടെ ശരീരത്തിൽ എവിടെയാണ് വിഷം കുത്തിവെച്ചത്? അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ പുറകുവശത്തേക്ക് നോക്കൂ. അല്പം രക്തം കട്ട പിടിച്ചിരിക്കുന്ന പാടില്ലേ? ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് പ്രൊഫസറുടെ കഴുത്തിലെ ആ നേരിയ പാട് കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. താങ്കളുടെ കഴിവ് അപാരം തന്നെ. ഇൻസ്പെക്ടർക്ക് വിശ്വാസമായി. ഒരു കാർ ബംഗ്ലാവിന് മുൻപിൽ വന്നു നിന്നു. അതിൽ നിന്ന് ഡോക്ടർ പുറത്തിറങ്ങി. ഡോക്ടർ അല്പനേരം ശവം പരിശോധിച്ചു. പൊട്ടാസ്യം സയനൈഡ് എന്ന മാരകമായ വിഷദ്രാവകമാണ് ഇദ്ദേഹത്തിൻ്റെ മരണഹേതു, ഡോക്ടർ പറഞ്ഞു. കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശരി പ്രൊഫസറെ, താങ്കൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഉടൻ തന്നെ ഞാനും വരാം. അദ്ദേഹത്തിന് ബന്ധുക്കളായി ആരുമില്ല. മകൾ ഇപ്പോഴും മുറിയിലിരുന്ന് കരയുകയാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. പുവർ ഗേൾ, ഡോക്ടർ സഹതാപം പ്രകടിപ്പിച്ചു. ശവം ആംബുലൻസിൽ കയറ്റുവാൻ ഇൻസ്പെക്ടർ പോലീസുകാരോട് ആജ്ഞാപിച്ചു. അവർ അനുസരിച്ചു. ഡോക്ടർ കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്തു. 2 കണ്ണുകൾ പോലെ കാറിൻ്റെ പ്രകാശം മൂടൽ മഞ്ഞിനിടയിലൂടെ അകന്നുപോയി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലേ? ഇൻസ്പെക്ടർ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം എന്തോ ചിന്തിക്കുന്നത് പോലെ കാണപ്പെട്ടു. പോകാം, യാന്ത്രികമായി അദ്ദേഹം പറഞ്ഞു. അവർ മിസ് റോസിനോട് യാത്ര പറഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ഒരു കാർ അവിടെ വന്നു നിന്നു. നാം വഞ്ചിതരായിരിക്കുന്നു.
ഡിറ്റക്റ്റീവ് പറഞ്ഞു. എന്ത്? അതെ, ശവം ഘാതകൻ കൊണ്ടുപോയി. കാറിൽ നിന്ന് ഇറങ്ങിയ ഡോക്ടർ അവിടെ അടുത്തെത്തി. ഞാൻ വരാൻ അല്പം താമസിച്ചു അല്ലേ? ഇൻസ്പെക്ടർ മിഴിച്ചു നിന്നുപോയി. തങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം വന്ന ഡോക്ടർ ഘാതകൻ്റെ സംഘത്തിലെ ഒരുവനായിരുന്നു. അവൻ ആ മൃതദേഹവും കൊണ്ട് കടന്നു കളഞ്ഞിരിക്കുന്നു. ഇൻസ്പെക്ടർ സംഭവം ഡോക്ടറെ പറഞ്ഞു കേൾപ്പിച്ചു. ഡോക്ടർ തരിച്ചുപോയി. പോലീസുകാരെ ബംഗ്ലാവിൽ കാവൽ നിർത്തിയതിനു ശേഷം ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറും സ്റ്റേഷനിലേക്ക് തിരിച്ചു. റോഡ് സൈഡിലെ മെർക്കുറി ട്യൂബുകൾ പുറകോട്ട് ഓടിയാകുന്നു. ഒന്നിനു പുറകെ ഒന്നായി അവ ഓട്ടമത്സരം നടത്തുകയാണ്. വളരെ അകലെ ഓരോ ട്യൂബുകളും ഇരുളിൽ മറയുന്നു. മെർക്കുറി വിളക്കുകളുടെ ഭംഗി കണ്ടുകൊണ്ടിരുന്ന ഫ്രാൻസിസിൻ്റെ ദൃഷ്ടിയിൽ അവരുടെ പുറകെ വരുന്ന കാർ പ്രത്യക്ഷപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ ആ കാർ അവരെ പിന്നിലാക്കി കടന്നുപോയി. ആ കാറിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുണ്ട പ്രകാശമുള്ള ഒരു ബൾബാണ് അതിനുള്ളിൽ പ്രകാശിച്ചിരുന്നത്. തലയിലിരുന്ന തൊപ്പി ഒരു വശത്തേക്ക് ചരിച്ചു വച്ചിരുന്നതിനാൽ ഡ്രൈവറുടെ മുഖം കാണാൻ ഫ്രാൻസിസിന് കഴിഞ്ഞില്ല. പുറകിലത്തെ സീറ്റിൽ വെളിയിലേക്ക് നോക്കിയിരുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വ്യക്തമായി കണ്ടു. അവളുടെ ശരീരത്തിൽ ഒരു തിളക്കം പോലെ അദ്ദേഹത്തിന് തോന്നി. എന്തോ രഹസ്യം അതിൽ ഒളിഞ്ഞിരിപ്പില്ലേ? ആ കാറിനെ പിന്തുടരൂ, വിടരുത്, ഫ്രാൻസിസ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. അദ്ദേഹം ആക്സിലേറ്ററിൽ കാലമർത്തി കാർ മുന്നോട്ട് കുതിച്ചു. മുൻപിൽ പോയ കാർ അഡ്ലൈഡിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. പുറകെ അടുത്ത കാറും. നിമിഷങ്ങൾക്കുള്ളിൽ ഇൻസ്പെക്ടർ ഓവർടേക്ക് ചെയ്ത കാർ റോഡിന് കുറുകെയിട്ടു. റിവോൾവറുമായി ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് കാറിൽ നിന്നും ചാടിയിറങ്ങി. അപ്പോഴേക്കും മറ്റേ കാർ അടുത്തു വന്നു നിന്നു. ഡിറ്റക്റ്റീവ് റിവോൾവർ ഡ്രൈവറുടെ നേരെ നീട്ടി. അയാൾ സ്തംഭിച്ചിരുന്നു. അപ്പോഴേക്കും ഇൻസ്പെക്ടറും എത്തി. ഡ്രൈവറെ ഇൻസ്പെക്ടർ ഏൽപ്പിച്ചതിന് ശേഷം ഫ്രാൻസിസ് ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. അവൾ വളരെ അവശനിലയിലായിരുന്നു. ഫ്രാൻസിസ് അവളുടെ ശരീരത്തിലേക്ക് ടോർച്ച് തെളിച്ചു. അദ്ദേഹം സ്തംഭിച്ച് നിന്നുപോയി. അവളുടെ ശരീരം മുഴുവൻ സ്വർണം പൂശിയിരിക്കുന്നു. ബന്ധനസ്ഥനാക്കിയ ഡ്രൈവറെയും അവശയായ ആ യുവതിയെയും കൊണ്ട് ഡിറ്റക്റ്റീവ് ഫ്രാൻസിസും ഇൻസ്പെക്ടറും സ്റ്റേഷനിലെത്തി. ഡ്രൈവറെ ഒരു മുറിയിലിട്ട് പൂട്ടി. 2 പോലീസുകാരെ കാവലും നിർത്തി. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ആ യുവതിയെ പരിശോധിച്ചു. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ ശരീരം മുഴുവൻ 1 മില്ലിലീറ്റർ കനത്തിൽ സ്വർണം പൂശിയിരുന്നു. ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന സ്വർണം ഇത്ര ക്രൂരമായി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച മനുഷ്യൻ ഭയങ്കരൻ തന്നെ. ഇൻസ്പെക്ടർ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ ഡോക്ടർ സ്ഥലത്തെത്തി. അദ്ദേഹം അവളുടെ ശരീരം പരിശോധിച്ചു. ഇവളുടെ ശരീരം മുഴുവൻ സ്വർണം പെയിൻറ് ചെയ്തിരിക്കുന്നതിനാൽ യാതൊരു വിധത്തിലും ശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനാലാണ് ഇവൾ മരിച്ചത്. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, പ്രൊഫസറുടെ കൊലപാതകവും ഈ മരണവും തമ്മിൽ ബന്ധമുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ഇൻസ്പെക്ടറെ നേരെ നോക്കി. പ്രൊഫസറുടെ മരണവും ഇതുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഡ്രൈവറിൽ നിന്നും വിവരങ്ങൾ നമുക്ക് ലഭിച്ചേക്കും, ഇൻസ്പെക്ടർ പറഞ്ഞു. ആ സ്ത്രീയുടെ മൃതശരീരത്തിന് കാവൽ നിർത്തിയ ശേഷം ഡിറ്റക്റ്റീവ് ഫ്രാൻസിസും ഇൻസ്പെക്ടറും ഡ്രൈവറെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് നടന്നു. കാവൽ പോലീസുകാർ ഒതുങ്ങി നിന്നു. ഫ്രാൻസിസ് താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നു. ആ മനുഷ്യൻ തറയിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ചലനമറ്റ് കിടക്കുന്ന അയാളെ ഡിറ്റക്റ്റീവ് പരിശോധിച്ചു. അയാളും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലതു കരത്തിൽ ഒരു കൊച്ചു കൈത്തോക്ക് ശിരസിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ആ കൈത്തോക്ക് പരിശോധിച്ചു. 3 ഇഞ്ച് നീളം അതിനുണ്ടായിരുന്നു. കുഴലിന് വെറും 1 മില്ലിലീറ്റർ വ്യാസം മാത്രം. അദ്ദേഹം അതുപോലെ ഒരു കൈത്തോക്ക് ആദ്യമായി കാണുകയായിരുന്നു. ഫ്രാൻസിസ് അതിൻ്റെ ട്രിഗറിൽ വിരലമർത്തി. പെട്ടെന്ന് ആ തോക്കിനുള്ളിൽ നിന്നും 3 ഇഞ്ച് നീളമുള്ള ഒരു സൂചി പുറത്തേക്ക് നീണ്ടു വന്നിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ ആ സൂചിയുടെ അഗ്രത്തു നിന്നും എന്തോ ദ്രാവകം പുറത്തേക്ക് ചീറ്റുന്നത് അദ്ദേഹം കണ്ടു. ആ ദ്രാവകം ഫ്രാൻസിസിന് അഭിമുഖമായുള്ള വെള്ളയടിച്ച ഭിത്തിയിൽ പതിച്ചു. അത് താഴേക്ക് വലിച്ചിറങ്ങി. ഡോക്ടർ ആ ദ്രാവകം പരിശോധിച്ചു. ഇത് പൊട്ടാസ്യം സയനൈഡ് എന്ന മാരകമായ വിഷദ്രാവകമാണ്, അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിസ് ആ മനുഷ്യനെ പരിശോധിച്ചു. അയാളുടെ കട്ടിയുള്ള കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും തിളങ്ങുന്ന ഒരു വസ്തു അദ്ദേഹം കണ്ടെടുത്തു. ഡയമണ്ട് ആകൃതിയിൽ വെള്ളി കൊണ്ടുള്ള ഒരു തകിടായിരുന്നു അത്. അതിൽ സ്വർണം കൊണ്ട് ഇസഡ് എന്ന ഇംഗ്ലീഷ് അക്ഷരം എഴുതിയിരിക്കുന്നു. വീണ്ടും അയാളെ പരിശോധിച്ചെങ്കിലും മറ്റൊന്നും ലഭിച്ചില്ല. ഡിറ്റക്റ്റീവ് വീണ്ടും ആ കൈത്തോക്ക് പരിശോധിച്ചു. അതിനുള്ളിൽ 1 ഔൺസ് വിഷം കൊള്ളുന്ന ഒരറയുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം കാഞ്ചി വലിക്കുമ്പോഴും അല്പം വിഷം സൂചി പോലുള്ള കുഴലിലൂടെ പുറത്തേക്ക് ചീറ്റും. ആ അത്ഭുത തോക്കിൻ്റെ ഒരു വശത്ത് ഇസഡ് എന്ന ഇംഗ്ലീഷ് അക്ഷരം കുറിച്ചിരിക്കുന്നു. ഇസഡ്. അതൊരു വലിയ ചോദ്യം ചിഹ്നം പോലെ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇസഡിനും പ്രൊഫസറുടെ മരണത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? ടെലിഫോൺ ബെല്ലടിച്ചു. ഡിറ്റക്റ്റീവ് അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാനാണ് റോസ്. വീട്ടിൽ നിന്നുമാണ് വിളിക്കുന്നത്. മറുവശത്തു നിന്നും സ്ത്രീ ശബ്ദം. എന്താണ് മിസ് റോസ്? വിശേഷഗതിയായി എന്തെങ്കിലും സംഭവിച്ചോ? ഫ്രാൻസിസ് ഉത്കണ്ഠയോടെ ചോദിച്ചു. താങ്കൾ ഇവിടം വരെ ഒന്ന് വരണം. എനിക്ക് താങ്കളോട് ചിലതെല്ലാം പറയുവാനുണ്ട്. ചിലപ്പോൾ അത് താങ്കൾക്ക് ഉപകാരമായേക്കും. അതുപോലെ തന്നെ അവിശ്വസനീയമായ ഒന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരി, ഞാൻ ഉടനെ തന്നെ വരാം. താങ്ക് യു. മറുവശത്ത് റിസീവർ താഴെ വെച്ച് കഴിഞ്ഞു. എന്തായിരിക്കും അവൾ പറയാൻ പോകുന്നത്?
ഇത്ര അവിശ്വസനീയമായ എന്താണ് സംഭവിച്ചിരിക്കുക? റിസീവർ ക്രാഡലിൽ വയ്ക്കുമ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇൻസ്പെക്ടറോട് യാത്ര പറഞ്ഞ് ഫ്രാൻസിസ് കാറിനടുത്തേക്ക് ചെന്നു. സൂക്ഷിക്കണം, ചിലപ്പോൾ താങ്കളെ അപകടപ്പെടുത്തുന്നതിനായി ശത്രുക്കൾ ചെയ്ത വേലയായിരിക്കാം അത്, ഇൻസ്പെക്ടർ ഓർമ്മിപ്പിച്ചു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് കാർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പ്രകാശം ഇരുളിൽ മറയുന്നതുവരെ ഇൻസ്പെക്ടർ നോക്കി നിന്നു. സംശയിച്ചതുപോലെ യാത്രാമധ്യേ അപകടങ്ങളും ഒന്നും ഉണ്ടായില്ല. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് കാർ നിർത്തി. കാവൽ നിർത്തിയിരുന്ന പോലീസുകാർ സല്യൂട്ട് ചെയ്ത് മാറി നിന്നു. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ? അദ്ദേഹം പോലീസുകാരോട് ചോദിച്ചു. ഇല്ല, ഒന്നും ഉണ്ടായില്ല സാർ. വിസിറ്റിംഗ് റൂമിൽ മിസ് റോസ് ഉണ്ടായിരുന്നു. അവൾ അദ്ദേഹത്തെ പ്രൊഫസറുടെ സ്വകാര്യ മുറിയിലേക്ക് കൊണ്ടുപോയി. ഭവതി എന്തിനാണ് ഇങ്ങനെ വിളിച്ചത്? ഒരു കസേരയിൽ ആസനസ്ഥനായിട്ട് സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് ഡിറ്റക്റ്റീവ് ചോദിച്ചു. അതിനുത്തരം എന്നോണം അവൾ സേഫ് തുറന്ന് ഒരു ഡയറിയും ഒരു പഴയ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ കഷ്ണവും പുറത്തെടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി. ഡയറി മടിയിൽ വെച്ചിട്ട് അദ്ദേഹം പത്രക്കടലാസിൽ കണ്ണോടിച്ചു. ആ പത്രത്തിന് 10 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. ലണ്ടനിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തുന്നതിനായിരുന്നു അത്. പത്രത്തിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ്റെ ചിത്രമുണ്ടായിരുന്നു. വലിയ കണ്ണുകളും മുറി മീശയുമുള്ള ഒരു മനുഷ്യചിത്രം. അതിനിടയിൽ ഇപ്രകാരം എഴുതിയിരുന്നു: നിർഭാഗ്യവാനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സീറോ. തുടർന്നുള്ള വരികളുടെ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിൻ്റെ കൂർത്ത ദൃഷ്ടികൾ കുഴഞ്ഞു നടന്നു. ലണ്ടൻ, 11/1/1965. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സീറോ വിമാനാപകടത്തിൽപ്പെട്ട് മരിച്ചു. ഇന്നലെ രാത്രി ലണ്ടനിൽ നിന്നും അൽജിയേഴ്സിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ ഡോക്ടർ സീറോയും ഉണ്ടായിരുന്നു. വിമാനം പറന്നുയർന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്താവളത്തിലേക്കുള്ള റേഡിയോ ബന്ധം ഛേദിക്കപ്പെട്ടു. സ്പെയിനിലെ ഉയരം കൂടിയ പർവ്വതത്തിൽ തട്ടി വിമാനം കത്തി നശിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ല. കനത്ത കാറും കോളും മൂടൽമഞ്ഞും ആ ഭാഗത്തുണ്ടെന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ സീറോ സ്കോട്ട്ലാൻഡിലെ അബർഡീനിൽ വെച്ച് പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളെക്കുറിച്ച്, അവയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി പഠിച്ചുകൊണ്ടിരുന്നത്. അൾജീരിയയിലേക്ക് തിരിച്ച അദ്ദേഹത്തെ വിധി എന്ന രാക്ഷസൻ വിഴുങ്ങിക്കളഞ്ഞു. മനുഷ്യരാശിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച ആ ശാസ്ത്രജ്ഞൻ്റെ വേർപാട് ശാസ്ത്രലോകത്തിന് ഒരു തീരെ നഷ്ടമാണ്. പത്രം വായിച്ചു കഴിഞ്ഞ് അദ്ദേഹം ആ ചിത്രത്തിൽ നോക്കി നിമിഷങ്ങളോളായിരുന്നു. പിന്നെ ഡയറി തുറന്നു. ഉള്ളിലെ ആദ്യ പേജിൽ പ്രൊഫസർ ബെർണാഡ്, ഹൗസ് നമ്പർ 115, അഡ്ലൈഡ്, സൗത്ത് ഓസ്ട്രേലിയ എന്നെഴുതിയിരുന്നു. അടുത്ത പേജിൽ: ഞാൻ ഈ എഴുതുന്നത് സത്യമാണ്. കടങ്കഥയോ ഊഹാപോഹങ്ങളോ അല്ല. ഞാൻ കുറിച്ചു വയ്ക്കുന്നത് എൻ്റെ അനുഭവമാണ്. എനിക്ക് മാത്രം അനുഭവപ്പെട്ടിട്ടുള്ളത്. ബെർണാഡ്. 3-ാമത്തെ പേജിൽ പ്രൊഫസർ ബെർണാഡ് തൻ്റെ ഡയറി തുടങ്ങുകയാണ്. 1975 ഫെബ്രുവരി 5 ബുധൻ. ഇന്ന് ഞാൻ ഹോട്ടൽ ഡെൽഫിംഗറിൽ പോയിരുന്നു. ഹോട്ടലിൽ ചെല്ലുമ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്നേഹിതനെ കാണുകയായിരുന്നു ഉദ്ദേശ്യം. സ്നേഹിതൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. സുഹൃത്ത് സംഭാഷണങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിരിയുമ്പോൾ 10:45 ആയിട്ടുണ്ട്. വളരെയധികം ജോലി തിരക്കുള്ള ആ സ്നേഹിതൻ തൻ്റെ കാറിൽ ഭവനത്തിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ദീർഘകായൻ ഹാളിലേക്ക് വന്നത്. അയാൾ എൻ്റെ ശ്രദ്ധയാകർഷിച്ചു. 6 അടി ഉയരവും തലയിൽ ഹാറ്റും വലിയ കണ്ണുകളും മുറി മീശയുമുള്ള ആഗതനെ എവിടെ വെച്ചോ കണ്ടു പരിചയമുള്ളതുപോലെ എനിക്ക് തോന്നി. എവിടെ വെച്ചായിരിക്കും? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അയാളുടെ രൂപം തെളിഞ്ഞു വന്നു. ചെറിയൊരു ഞെട്ടൽ അറിയാതെ തന്നെ എന്നിലുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ ഡോക്ടർ സീറോയുടെ രൂപമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. ഞാൻ എന്ത് വിഡ്ഢിത്തമാണ് ഈ ചിന്തിച്ചത്? മരിച്ച മനുഷ്യൻ ജീവിക്കുകയോ? അവിശ്വസനീയം. ഒരു മനുഷ്യൻ്റേതുപോലുള്ള രൂപം വേറൊരു ആൾക്ക് ഉണ്ടായിക്കൂടുന്നുണ്ടോ? എൻ്റെ വിഡ്ഢിത്തമോർത്ത് ഞാൻ വിഷമിച്ചു. എങ്കിലും ആ മനുഷ്യൻ്റെ രൂപം എന്നിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. അയാളുടെ മുറിമീശ ഡോക്ടർ സീറോയുടേതല്ലേ? ഞാൻ ഭക്ഷണം മതിയാക്കി അയാളുടെ ചെയ്തികൾ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. തവിട്ട് നിറത്തിലുള്ള പാൻറ്റും പച്ച ഷർട്ടും ചുവന്ന ടൈയും കറുത്ത ഓവർകോട്ടുമാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ വെച്ച് ഡോക്ടർ സീറോയെ എനിക്ക് പരിചയമുണ്ട്. സ്കോട്ട്ലാൻഡിൽ അദ്ദേഹം പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ പരീക്ഷണശാലയിൽ ഞാൻ പോയിട്ടുണ്ട്. കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങളില്ലാത്ത ഡോക്ടറുടെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ. അതിനാൽ ഡോക്ടർ സീറോയെപ്പറ്റി മറ്റാരേക്കാളും കൂടുതലായി എനിക്കറിയാം. 1965 മരിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയുള്ള പത്രം ഇന്നും സൂക്ഷിക്കുന്നു. ഡോക്ടർ സീറോയും ഈ മനുഷ്യനും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. ഞാൻ അയാളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ വെയിറ്റർ കൊണ്ടുവന്ന വിലയേറിയ വിദേശമദ്യം അകത്താക്കിയിട്ട് ബില്ല് പേ ചെയ്തു. എന്നിട്ട് ചുറ്റും നോക്കി. ആ കണ്ണുകൾ എൻ്റെ മുഖത്തും പതിഞ്ഞു. ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. എനിക്ക് അയാളെയും അയാൾക്ക് എന്നെയും പരിചയമുണ്ട്. ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നത് കറുത്ത് ഇരുളുകയാണുണ്ടായത്. കോപത്തിൻ്റെ വേലിയേറ്റമുണ്ടായതുപോലെ അത് ചുവന്നു തുടുത്തു. ആ വലിയ കണ്ണുകൾ തീക്കട്ട പോലെ തിളങ്ങുന്നതായി എനിക്ക് തോന്നി. ഒരു നിമിഷം
അയാൾ വാതിലിലൂടെ പുറത്തേക്ക് ഓടി. ഞാൻ ബന്ധപ്പെട്ട് പുറത്തു വന്നപ്പോഴേക്കും വിശാലമായ പോർട്ടിക്കോയിൽ നിന്നും ഒരു മഞ്ഞ കാർ പടിഞ്ഞാറ് വശത്തേക്ക് പാഞ്ഞു പോകുന്നതാണ് കണ്ടത്. ഡോക്ടർ സീറോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അതെ, അത് അയാൾ തന്നെ. എന്നാൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട അയാൾ ജീവിച്ചിരിക്കുന്നതെങ്ങനെ? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി എനിക്ക് തോന്നി. അയാളെ തിരിച്ചറിഞ്ഞ ഏക വ്യക്തി ഞാനായിരിക്കാം. അയാൾ എന്നെ വെറുക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ആ ഭാവമാറ്റം. അയാൾ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ ലോകത്തെ അറിയിക്കുമെന്ന് അയാൾ ഭയപ്പെടുന്നുണ്ടാകും. അയാൾ എന്നെ ഉപദ്രവിക്കുകയില്ലേ? ഭയം എന്നെ ഗ്രസിച്ചു തുടങ്ങി. ഞാൻ ഈ കുറിപ്പെഴുതുന്നത് 12:30 വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഫെബ്രുവരി 6 വ്യാഴം. ഇന്ന് ഞാൻ ഹോട്ടൽ ഡെൽഫിംഗറിൽ പോയിരുന്നു. എന്നാൽ ആ മനുഷ്യനെ കാണാൻ സാധിച്ചില്ല. ഫെബ്രുവരി 13 വ്യാഴം. ഞാൻ അയാളെ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അയാൾ വരുന്നുണ്ടോ എന്നറിയാനായി ദിവസവും ഹോട്ടലിൽ പോകാറുണ്ട്. ഇന്നും അയാളെ കണ്ടില്ല. എന്നെ അയാൾ ഭയപ്പെടുന്നുണ്ടാകും. അയാൾ ഡോക്ടർ സീറോ തന്നെയാണെന്നുള്ള എൻ്റെ സംശയം ബലപ്പെട്ടു വരികയാണ്. ഫെബ്രുവരി 14 വെള്ളി. ഇന്ന് രാത്രി 10 മണിയോടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഞാൻ സംശയിക്കുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. 2-ാം നിലയിലെ വരാന്തയിലെത്തി. അവിടെ നിന്നും നഗരം കാണാൻ നല്ല ഭംഗിയാണ്. അഡ്ലൈഡ് പട്ടണം ഒരു മഹാസാഗരം പോലെ എൻ്റെ മുന്നിൽ കിടക്കുന്നു. തണുത്ത കാറ്റും ആഞ്ഞു വീശി. ഹോട്ടലിൻ്റെ ഏതോ ഭാഗത്തെ ജനൽ ശക്തിയായി അടഞ്ഞു. രാത്രി 10:30 സെല്ലുകളെ മരവിപ്പിക്കുന്ന തണുപ്പ് പ്രവഹിച്ചു തുടങ്ങി. ഞാനൊരു സിഗരറ്റ് പുകച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മഞ്ഞ കാർ ഹോട്ടലിന് മുൻപിൽ വന്നു നിന്നു. അതിൽ നിന്നും ഞാൻ സംശയിക്കുന്ന ദീർഘകായനിറങ്ങി. അയാൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് വന്നത്. പ്രകാശം കുറഞ്ഞ ഒരു ഭാഗത്താണ് അയാൾ ഇരുന്നതും. വെയിറ്റർ വില കൂടിയ വിദേശ മദ്യവുമായി വന്നു. അയാൾ മദ്യം പകരുന്നത് ഞാൻ നോക്കി നിന്നു. ഗ്ലാസ്സിൽ കുമിളകൾ ഉണ്ടാക്കിക്കൊണ്ട് നിറഞ്ഞ മദ്യം ഒറ്റ വലിക്ക് അയാൾ അകത്താക്കി. എല്ലാം യാന്ത്രികമായിരുന്നു. ബില്ല് പേ ചെയ്തിട്ട് ഒരു ചുരുട്ട് കത്തിച്ച് തടിച്ച അധരങ്ങൾക്കിടയിൽ തിരുകി. അപ്പോഴയാൾ അല്പം അകലെയായി നിന്ന എന്നെ കണ്ടു. അയാൾ എൻ്റെ നേരെ തുറച്ചു നോക്കി. ബർണാഡ്, പല്ലുറുമിക്കൊണ്ടയാൾ പിറുപിറുത്തു. കൈകൾ കൂട്ടിത്തിരുമ്മി. കുന്തിരിക്കം കണ്ട ചെകുത്താനെ പോലെ അയാൾ പുറത്തേക്ക് പാഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആ മഞ്ഞക്കാർ അകലേക്ക് പാഞ്ഞ് ഇരുളിൽ മറഞ്ഞു. അതെ, അയാൾ ഡോക്ടർ സീറോ തന്നെയാണ്. എങ്ങനെയാണ് അയാൾ ജീവിച്ചിരിക്കുന്നത് എന്നാണ് അത്ഭുതം. അയാൾക്കെന്നോട് അടങ്ങാത്ത പകയുണ്ട്. അയാൾ എൻ്റെ നേരെ തിരിയുമോ? വലിയ ചിന്താഭാരത്തോടെയാണ് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നത്. എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. ഭയം എന്നെ ഗ്രസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡയറി അവിടെ അവസാനിക്കുകയായിരുന്നു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിൻ്റെ കയ്യിലിരുന്ന സിഗരറ്റ് കത്തി തീരാറായിരുന്നു. വിരലുകളിൽ ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് സിഗരറ്റിൻ്റെ കാര്യം ഓർത്തത് തന്നെ. ഡിറ്റക്റ്റീവിൻ്റെ മനസ്സിൽ കോളിളക്കം സൃഷ്ടിച്ച പേരാണ് ഡോക്ടർ സീറോ. ഇസഡിനും ഡോക്ടർ സീറോയ്ക്കും തമ്മിൽ ബന്ധമില്ലേ? സീറോ എന്ന ഇംഗ്ലീഷ് നാമത്തിൻ്റെ ആദ്യ അക്ഷരമല്ലേ ഇസഡ്? ഇതിനെപ്പറ്റി ഭവതിയുടെ അഭിപ്രായം എന്താണ്? ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഡിറ്റക്റ്റീവ് മിസ് റോസിൻ്റെ നേരെ നോക്കി. ഡോക്ടറായിരിക്കും എൻ്റെ പിതാവിൻ്റെ ഘാതകനെന്നാണ് എൻ്റെ വിശ്വാസം, അവൾ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ കരുതുന്നു, ഇരുളിലേക്ക് നോക്കിക്കൊണ്ട് ഫ്രാൻസിസ് സാവധാനം പറഞ്ഞു. മിസ് റോസിനോട് യാത്ര പറഞ്ഞ് ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് അവിടെ നിന്ന് ഇറങ്ങി. പ്രൊഫസറുടെ ഡയറിയും പത്രകഷ്ണവും അദ്ദേഹം എടുത്തിരുന്നു. ഡിറ്റക്റ്റീവ് നേരെ ഹോട്ടൽ ഡെൽഫിംഗറിലേക്കാണ് പോയത്. മൂടൽമഞ്ഞിലായി മൂടിപ്പൊതച്ച പട്ടണത്തിൻ്റെ മാറിലൂടെ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് കാർ ഓടിച്ചു. 3 മണിയോടടുത്തിരുന്നതിനാൽ വളരെ അപൂർവമായേ വാഹനങ്ങൾ ഓടിയിരുന്നുള്ളൂ. മൂടൽമഞ്ഞുമായി മല്ലിട്ടുകൊണ്ടിരുന്ന മെർക്കുറി ട്യൂബുകളുടെ വെളിച്ചവും കാറിൻ്റെ പുറകിലേക്ക് ഓടിപ്പോയി. ഉറക്കം തോൽവി സമ്മതിച്ചിരുന്ന ദൃഷ്ടികൾ റോഡിൽ പതപ്പിച്ച് ഫ്രാൻസിസ് ശ്രദ്ധയോടെ കാർ ഓടിക്കുകയാണ്. ഒരു മഞ്ഞ കാർ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. ശ്രദ്ധയോടെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഡിറ്റക്റ്റീവ് അതറിഞ്ഞിരുന്നില്ല. 5 മിനിറ്റ് നേരത്തോളം ഡിറ്റക്റ്റീവിനെ പിന്തുടർന്ന ശേഷം പുറകിലത്തെ കാർ മുൻപിൽ കടന്നു. മിന്നൽ വേഗത്തിൽ കടന്നുപോയ ആ കാറിനെ ഫ്രാൻസിസ് ഒരു നോക്ക് കണ്ടു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരുവനാണ് അതിലുള്ളത്. അയാളാണ് അത് ഓടിക്കുന്നതും. നമ്പർ അറിയുന്നതിനായി അദ്ദേഹം അതിൻ്റെ പിന്നിലേക്ക് നോക്കി. അതിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ഡിറ്റക്റ്റീവ് ആക്സിലേറ്ററിൽ കാലമർത്തി. മുൻപിൽ പോയ കാറിനെ പിന്തുടരാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഡിറ്റക്റ്റീവ് വളരെ വേഗം അതിൻ്റെ പിന്നാലെ ചെന്നു. അല്പം കഴിഞ്ഞപ്പോൾ മുന്നിലത്തെ കാറിൻ്റെ ലൈറ്റുകൾ അണഞ്ഞു. ഫ്രാൻസിസ് അതിവേഗം കാർ മുന്നോട്ട് ഓടിച്ചു. എന്നാൽ മറ്റേ കാർ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കാറിൻ്റെ വേഗത കുറച്ചു. അകലെ നിന്നും 2 പ്രകാശഗോളങ്ങൾ അടുത്തു വരുന്നത് അദ്ദേഹം കണ്ടു. അഭിമുഖമായി വന്ന ആ കാർ മിന്നൽ വേഗത്തിൽ കടന്നുപോയി. നമ്പർ പ്ലേറ്റില്ലാത്ത ആ മഞ്ഞ കാറായിരുന്നു അത്. അങ്ങകലെ ആ കാറിൻ്റെ പ്രകാശം ഇരുളിൽ മറയുന്നതാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത്. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് മുന്നോട്ട് തന്നെ പോയി. ആ കാറിനെ പിന്തുടരുന്നത് കൊണ്ട് വിശേഷമൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അകലെ ഹോട്ടൽ ഡെൽഫിംഗറിലെ പ്രകാശം കണ്ടു. അതടുത്തു വന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കാർ ഡെൽഫിംഗറിൻ്റെ വിശാലമായ പോർട്ടിക്കോയിൽ നിരങ്ങി നിന്നു. സൗത്ത് ആസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിലൊന്നാണ് ഡെൽഫിംഗർ. 37 പകരം നിലകളുള്ള ഈ ഹോട്ടലിൽ 1000-ലധികം മുറികളും ഒട്ടേറെ ഹാളുകളുമുണ്ട്. ഫ്രാൻസിസ് റിസപ്ഷനിൽ നിന്ന് താക്കോൽ വാങ്ങി. 4-ാമത്തെ നിലയിലാണ് അദ്ദേഹം എടുത്തിരുന്ന മുറി. അദ്ദേഹം ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തി ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നു.
ഭംഗിയുള്ളതും സുഖകരമായതുമായ ആ മുറി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ബെഡിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഹോട്ടൽ ഡെൽഫിംഗറിൻ്റെ പോർട്ടിക്കോയിൽ ഒരു മഞ്ഞ കാർ വന്നു നിന്നു. അതിൽ നിന്നും ഒരു ദീർഘകായൻ പുറത്തിറങ്ങി. കറുത്ത പാൻറ്റും കോട്ടുമാണ് അയാൾ ധരിച്ചിരുന്നത്. മുഖത്തിന് അലങ്കാരമായി ഒരു പച്ചക്കണ്ണടയും തലയിൽ ഹാറ്റും ധരിച്ചിരുന്നു. അയാൾ മാനേജറുടെ അടുത്തെത്തി ഒരു മുറിയെടുത്ത് അഡ്വാൻസ് കൊടുത്തു. പച്ചക്കണ്ണട തൻ്റെ മുറിയിലെത്തി ആകമാനമൊന്ന് പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞപ്പോൾ ആ മുഖത്ത് സംതൃപ്തി കളിയാടിയിരുന്നു. അയാൾ വാതിലടച്ചു പൂട്ടിയിട്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ഡൈനിങ് റൂമിൽ നിന്നും തിടുക്കത്തിലാണ് അയാൾ പുറത്തിറങ്ങിയത്. മുറിയുടെ മുൻപിലെത്തിയ പച്ചക്കണ്ണട വാച്ചിൽ നോക്കി. 3:45. അയാൾ മുറിയിൽ കയറി അകത്തുനിന്നും കുറ്റിയിട്ടു. പച്ചക്കണ്ണട ടെലിഫോൺ റിസീവർ എടുത്ത് ചെവിയോട് അടുപ്പിച്ചു. ഡയൽ 7 പ്രാവശ്യം കറക്കി. അതിനുശേഷം കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് അതിൻ്റെ കുഴൽ കൊണ്ട് റിസീവറിൽ 3 പ്രാവശ്യം തട്ടി. ഹലോ ഇസഡ്, അയാൾ ടെലിഫോണിലൂടെ വിളിച്ചു. എല്ലാം ശരിയായി എന്ന് കരുതുന്നു. പ്രഭാതത്തിൽ കറക്റ്റ് 4-ന് പെർത്തിൽ നിന്നുള്ള ട്രെയിൻ അഡ്ലെയ്ഡിലെത്തും. കാൽഷൂറിൽ നിന്നും ബാഗ് കയറ്റിയിട്ടുണ്ട്. 40-ന് ഡെൽഫിംഗറിലെത്തും. അതിനുശേഷം പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളൂ. മറുവശത്തു നിന്നും കനത്ത ശബ്ദത്തിലുള്ള നിർദ്ദേശം. യെസ് സർ. പച്ചക്കണ്ണട റിസീവർ ക്രാഡലിൽ വെച്ചു. അയാൾ ബെഡിൽ വന്നിരുന്ന് ഒരു ചുരുട്ട് കത്തിച്ചു. ചുണ്ടിൽ തിരുകി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന വണ്ണം ബെഡിൽ നിന്നും ചാടി എണീറ്റു. വാതിൽ തുറന്ന് പുറത്തു വന്നു. അരമണിക്കൂർ മുമ്പ് ഒരു ഫ്രാൻസിസ് ഇവിടെ മുറിയെടുത്തിട്ടുണ്ടോ? പച്ചക്കണ്ണട കൗണ്ടറിൽ അന്വേഷിച്ചു. ഉണ്ട്. അദ്ദേഹത്തെ കാണണമോ? മാനേജർ തിരക്കി. വേണം. എങ്കിൽ ഒന്ന് ഡയൽ ചെയ്തുകൊള്ളൂ. അയാൾ ഇവിടെയുണ്ടെന്നറിയില്ല. റൂം നമ്പർ മതി. ഞാൻ നേരിട്ട് അന്വേഷിച്ചുകൊള്ളാം. റൂം നമ്പർ 77. താങ്ക് യു. പച്ചക്കണ്ണട മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ അയാൾ വാച്ചിൽ ശ്രദ്ധിച്ചു. 4:05. ഇനിയും 5 മിനിറ്റ് കൂടി. അയാൾ പിറുപിറുത്തു. പച്ചക്കണ്ണട വരാന്തയിൽ വന്നു വെളിയിലേക്ക് നോക്കി. മഞ്ഞിനിടയിൽ മയങ്ങിക്കിടക്കുന്ന നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച. പക്ഷേ അയാൾക്കതിൽ യാതൊരു പുതുമയും തോന്നിയില്ല. അല്പം കഴിഞ്ഞ് അയാൾ പോർട്ടിക്കോയിലെത്തി. ഒരു തൂണിന് സമീപത്ത് നിന്നുകൊണ്ട് വെളിയിലേക്ക് നോക്കി. ഒരു കാർ പോർട്ടിക്കോയിൽ വന്നു നിന്നു. അതിൻ്റെ മഞ്ഞ ലൈറ്റുകൾ തെളിഞ്ഞണഞ്ഞു. പച്ചക്കണ്ണട വാച്ചിൽ നോക്കി. 4:10. അയാൾ കാറിനടുത്തേക്ക് ചെന്നു. പെർത്ത് വെർത്ത്. കാറിനുള്ളിൽ നിന്നും ഒരു സ്വരം. കമോൺ, പച്ചക്കണ്ണട പറഞ്ഞു. കാറിനുള്ളിൽ നിന്നും ഒരു വെള്ളക്കാരൻ പുറത്തിറങ്ങി. അയാളുടെ കയ്യിൽ ഒരു ബാഗുമുണ്ടായിരുന്നു. ആ മനുഷ്യൻ പച്ചക്കണ്ണടയുടെ പുറകെ ഹോട്ടലിലേക്ക് കയറി. കാർ വന്ന വഴി തിരിച്ചുപോയി. സ്നേഹിതൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി മുറിയിൽ വെച്ചതിന് ശേഷം പച്ചക്കണ്ണട അയാളെ വരാന്തയുടെ അവസാന ഭാഗത്തേക്ക് നയിച്ചു. ആ ഭാഗത്തുള്ള മുറികളിൽ താമസക്കാരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്ത് പ്രതിഫലം വേണം? വരാന്തയുടെ അവസാന ഭാഗത്തെത്തിയപ്പോൾ പച്ചക്കണ്ണട ചോദിച്ചു. $500, അയാൾ പറഞ്ഞു. 500? അത് കൂടുതലാണ്. 100 തരാം. പോരാ, 500 തരണം. അത് തന്നില്ലെങ്കിൽ ഞാൻ പോലീസിൽ വിവരമറിയിക്കും. ഓ, നിങ്ങളുടെ ഇഷ്ടം. പച്ചക്കണ്ണട ഊറിച്ചിരിച്ചു. അയാൾ സിഗരറ്റ് കേസ് തുറന്ന് ഒരു സിഗരറ്റ് എടുത്ത് അതിരങ്ങൾക്കിടയിൽ തിരികിയതിന് ശേഷം ഒരെണ്ണം മറ്റേയാൾക്ക് നീട്ടി. വലിക്കൂ. അയാൾ സിഗരറ്റ് വാങ്ങി ചുണ്ടിൽ വെച്ചു. പച്ചക്കണ്ണട സിഗരറ്റ് കേസ് കോട്ടിനുള്ളിൽ നിക്ഷേപിച്ചതിന് ശേഷം ലൈറ്റർ എടുത്തു. 2 ഇഞ്ച് സമചതുരത്തിലുള്ള ഒരു ലൈറ്റർ. അയാൾ തൻ്റെ സ്നേഹിതൻ്റെ ചുണ്ടുകൾക്ക് നേരെ ലൈറ്റർ നീട്ടി. ലൈറ്ററിൻ്റെ വശത്ത് വിരലമർത്തിയതും അതിനുള്ളിൽ നിന്നും ഒരു സ്പ്രിംഗ് കത്തി അയാളുടെ കഴുത്തിൽ തറച്ചതും ഒപ്പമായിരുന്നു. ശ്വാസനാളം മുറിഞ്ഞ് അയാൾ നിലത്ത് കിടന്ന് പിടച്ചു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പച്ചക്കണ്ണട തൻ്റെ മുറിയിലെത്തി. പിന്നെ ഫോണെടുത്ത് ഡയൽ ചെയ്തു. ഹലോ, ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ്. ഹോട്ടലിൻ്റെ 2-ാം നിലയിലെ വരാന്തയുടെ അവസാന ഭാഗത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നു. കൊലപാതകം. ഇത്രയും പറഞ്ഞിട്ട് അയാൾ റിസീവർ താഴെ വെച്ചു. ആരാണ് സംസാരിക്കുന്നതെന്നോ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്നോ അയാൾ അറിയിക്കാതെ മരണവാർത്ത മാത്രം അറിയിച്ചതാരാണെന്ന് ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് ഒരു നിമിഷം ചിന്തിച്ചു. ചിലപ്പോൾ മാനേജരായിരിക്കും സംസാരിച്ചത്. പരിഭ്രമത്തിനിടയിൽ പറയാൻ വിട്ടുപോയതാവാം. പക്ഷേ താനൊരു ഡിറ്റക്റ്റീവാണെന്ന് അയാൾക്കറിയില്ലല്ലോ. എന്തായാലും അന്വേഷിക്കുക തന്നെ. ഫ്രാൻസിസ് ഓവർകോട്ട് അഴിച്ച് ബ്രാക്കറ്റിൽ തൂക്കി. പ്രൊഫസറുടെ ഡയറിയും പത്രക്കടലാസും കോട്ടിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. റിവോൾവർ എടുത്തുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. വാതിലടച്ച് പൂട്ടിയതിനു ശേഷം അദ്ദേഹം കോണിപ്പടി ഇറങ്ങി അടിയിലത്തെ നിലയിലേക്ക് ചെന്നു. അല്പം കഴിഞ്ഞപ്പോൾ പച്ചക്കണ്ണട 77-ാം നമ്പർ മുറിയുടെ മുൻപിലെത്തി. മുറി പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ കോട്ടിനുള്ളിൽ നിന്നും താക്കോൽ കൂട്ടം പുറത്തെടുത്തു. 3 ഡസനിൽ കൂടുതൽ താക്കോലുകൾ അതിലുണ്ടായിരുന്നു. അയാൾ ആ താക്കോലെടുത്ത് താക്കോൽ പഴുതിലിട്ട് കറക്കി. തുറന്നില്ല. പിന്നെ അടുത്ത താക്കോൽ പരീക്ഷിച്ചു നോക്കി. ഫലിച്ചില്ല. പിന്നെ അടുത്തതും. 6-ാമത്തെ പ്രാവശ്യം മുറി തുറന്നു. അയാൾ ശബ്ദമുണ്ടാക്കാതെ ഉള്ളിൽ കയറി. ലൈറ്റ് ഓൺ ചെയ്ത ശേഷം മുറി മുഴുവൻ പരിശോധിച്ചു. മേശയുടെ ഡ്രോയിലും മെത്തയുടെ അടിയിലും എല്ലാം. അവസാനമാണ് ബ്രാക്കറ്റിൽ കിടന്ന ഓവർകോട്ട് എടുത്ത് പരിശോധിച്ചത്. അതിൻ്റെ പോക്കറ്റിൽ നിന്നും ഡയറിയും പത്രക്കടലാസും കണ്ടെടുത്തു. നിധി കിട്ടിയ ഭൂതത്തെ പോലെയാണ് മുഖം വികസിച്ചത്. ലൈറ്റ് അണച്ചിട്ട് അയാൾ പുറത്തു കടന്നു. മുറിയടച്ച് പൂട്ടിയിട്ട് ധൃതിയിൽ തൻ്റെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയ പച്ചക്കണ്ണട അല്പം മുമ്പ് നിഗൂഢതകൾ കൊണ്ടുവന്ന ബാഗ് എടുത്ത് തുറന്നു. അതിൽ നിറയെ സ്വർണ്ണക്കട്ടികളായിരുന്നു. അതിൽ ഓരോന്നിലും ഇസഡ് എന്ന ഇംഗ്ലീഷ് അക്ഷരം എഴുതിയിരുന്നു.
അയാൾ ഡയറിയും പത്രക്കടലാസും ബാഗിൽ വെച്ച് അടച്ചു. ബാഗ് ബെഡിനടിയിലേക്ക് നീക്കി വെച്ചിട്ട് വാച്ചിൽ നോക്കി. 4:25. അയാൾ ഫോണെടുത്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഡയൽ ചെയ്തു. പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞു. ഭാഗ്യത്തിന് പ്രൊഫസറുടെ ഡയറിയും കിട്ടിയിട്ടുണ്ട്. സമയം നഷ്ടപ്പെടുത്തരുത്. വെരി ഗുഡ്. ഉടൻ തന്നെ കാർ അയക്കാം. കറക്റ്റ് 4:35 കാർ അവിടെ എത്തും. ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ ജോലി അവസാനിച്ചു. താമസിയാതെ കാൻബറയിലേക്ക് തിരിച്ചുകൊള്ളൂ. സിൽവർട്ടണിൽ നിന്നുള്ള ബാഗും നാളെ 10 മണിക്ക് ഹോട്ടൽ ഏഞ്ചലിൽ എത്തുന്നതാണ്. കനത്ത ശബ്ദത്തിലുള്ള നിർദ്ദേശം അയാൾ കേട്ടു. ലൈൻ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടപ്പോൾ സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അയാളൊരു യാത്രയ്ക്ക് തയ്യാറെടുത്തു. 4:35 ഒരു മഞ്ഞ കാർ ഹോട്ടലിന് മുൻപിൽ പാഞ്ഞു വന്നു നിന്നു. അതിൻ്റെ ചുവന്ന ലൈറ്റുകൾ തെളിഞ്ഞണഞ്ഞു. പച്ചക്കണ്ണട അതിനടുത്തെത്തി ബാഗ് കാറിനുള്ളിൽ വെച്ചു. അത് വന്ന വഴി തിരിച്ചുപോയി. കാറിൻ്റെ പ്രകാശം ഇരുളിൽ മറഞ്ഞപ്പോൾ അയാൾ തൻ്റെ മുറിയിൽ തിരിച്ചെത്തി. അയാൾ മുറി മുഴുവൻ ഒന്ന് അവലോകനം ചെയ്തു. തൻ്റേതായ യാതൊന്നും അവിടെ ഇല്ലെന്നുറപ്പായപ്പോൾ മുറിക്ക് പുറത്ത് വന്നു. മുറി അടച്ചുപൂട്ടി താക്കോൽ പഴുതിൽ തന്നെ വച്ചിട്ട് അയാൾ താഴെയെത്തി. പ്രഭാതമായി തുടങ്ങിയിരുന്നു. പച്ചക്കണ്ണട പോർട്ടിക്കോയിൽ കിടന്ന കാർ സ്റ്റാർട്ട് ചെയ്തു. അത് വിമാനത്താവളത്തിലേക്ക് പാഞ്ഞുപോയി. മനോഹരമായ കൂറ്റൻ ഹോട്ടലിൻ്റെ വിശാലമായ പോർട്ടിക്കോയിലെ മധ്യത്തിലുള്ള വിളക്കുതൂണിൻ്റെ സമീപത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. വെള്ളക്കാരൻ തന്നെ. മെലിഞ്ഞ ശരീരമുള്ള ഒരു ദീർഘകായൻ. വെളുത്ത പാൻറ്റും ഇളം പച്ച നിറത്തിലുള്ള ഷർട്ടും ചുവന്ന ടൈയും അയാൾ ധരിച്ചിരുന്നു. അനുസരണയില്ലാ മുടിയിഴകൾ വായുവിൽ ചാഞ്ചാടി. സായം സന്ധ്യയിലെ ചുവന്ന കിരണങ്ങൾ. അയാളുടെ കയ്യിൽ ഒരു മഞ്ഞ കർച്ചീഫ് ഉണ്ടായിരുന്നു. അത് വായുവിൽ കറക്കിക്കൊണ്ട് അയാൾ ചക്രവാള സീമയിലേക്ക് നോക്കി നിന്നു. എങ്ങും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. പുകവലിക്കുന്നത് പോലെ ഫാക്ടറികളിൽ നിന്നുള്ള കറുത്ത പുക അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. വ്യവസായശാലകളിലെ യന്ത്രങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. ഡിസ്നി നഗരത്തിലൂടെ അനവരതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ആ മനുഷ്യൻ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ അലസമായി അകലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പോർട്ടിക്കോയിൽ കാറുകൾ വന്നും പോയുമിരുന്നു. വരുന്ന ഓരോ കാറും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അന്വേഷിക്കുന്ന ആൾ ഇനിയും വന്നിട്ടില്ലെന്ന് ആ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായി. അപ്പോഴും അയാൾ കർച്ചീഫ് കറക്കിക്കൊണ്ടിരുന്നു. അകലെ നിന്നും ഒരു മഞ്ഞക്കാർ പാഞ്ഞു വന്നു. അത് പോർട്ടിക്കോയിൽ വന്നു നിന്നു. അവിടെ നിന്ന് ചലിക്കാതെ തന്നെ അയാൾ പുതിയ കാറിനെ നോക്കി. ആ കാറിൽ ഡ്രൈവറെ കൂടാതെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ കട്ടിയുള്ള ഓവർകോട്ട് ധരിച്ചിരുന്നു. ഓവർകോട്ടുകാരൻ ഒരു മഞ്ഞ കർച്ചീഫ് എടുത്ത് വായുവിൽ വീശി. അപ്പോൾ വിളക്കുതൂണിൻ്റെ ചുവട്ടിൽ നിന്ന ആളും മഞ്ഞ കർച്ചീഫ് വായുവിൽ ചലിപ്പിച്ചു. ഒരു മന്ദഹാസത്തോടെ ഓവർകോട്ടുകാരൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. മെലിഞ്ഞ ദീർഘകായനായ മനുഷ്യൻ അയാളുടെ അടുത്തെത്തി. ഗുഡ് മിസ്റ്റർ റിക്ലെ, നിങ്ങൾ സമയത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഓവർകോട്ടുകാരൻ ദീർഘകായൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. അയാളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഓവർകോട്ടുകാരൻ കാറിൽ നിന്നും ഒരു ബാഗ് പുറത്തെടുത്തു. സാമാന്യം വലിയൊരു ബാഗ്. ഇത് കാൻബറയിലെ ഹോട്ടൽ ഏഞ്ചലിൽ എത്തിക്കുക. വഴിയും മറ്റടയാളങ്ങളും ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം ലഭിക്കും. ബാഗ് ദീർഘകായനെ ഏൽപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ദീർഘകായൻ തലകുലുക്കി. അനന്തരം ഇരുവരും ഹോട്ടലിലേക്ക് കയറി. ഇവരെ ദീർഘകായനായ വേറൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനായ മിസ്റ്റർ മാർട്ടിൻ. ഹോട്ടലിൻ്റെ മുൻപുള്ള തൂണിന് സമീപം നിന്ന് അദ്ദേഹം അവരെ ശ്രദ്ധിക്കുകയായിരുന്നു. ബ്രോക്കൺ ഹിൽ, സിൽവർട്ടൺ എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം വെള്ളി കള്ളക്കടത്തായി വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഈയിടെ ചില കൊള്ളകളും നടന്നിരിക്കുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനായിട്ടാണ് മാർട്ടിൻ നിയുക്തനായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തെപ്പറ്റി ആർക്കും ഒരറിവും ഉണ്ടായിരുന്നില്ല. ഹോട്ടലിലെത്തിയ മാർട്ടിൻ യാദൃശ്ചികമായാണ് വിളക്കുതൂണിന് ചുവട്ടിൽ നിൽക്കുന്ന മനുഷ്യനെ കണ്ടത്. അയാളുടെ നോട്ടത്തിലും ഭാവത്തിലും എന്തോ പന്തികേടുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അദ്ദേഹത്തിന് തോന്നി. ആ ദീർഘകായൻ്റെ കാറിൽ വന്ന ഓവർകോട്ടുകാരൻ്റെയും ചിത്രങ്ങൾ അദ്ദേഹം ക്യാമറയിൽ പകർത്തി. അവരുടെ സംഭാഷണം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പെരുമാറ്റത്തിൽ നിന്നും ഏതോ നിഗൂഢ സംഘത്തിലെ അംഗങ്ങളാണെന്ന് തോന്നി. ഓവർകോട്ടുകാരൻ്റെ കൂടെ ഹോട്ടലിലേക്ക് കയറിപ്പോയ റിക്ലെ എന്ന നാമത്തോടു കൂടിയ ദീർഘകായൻ തനിച്ചാണ് തിരിച്ചു വന്നത്. ഒരു യാത്രയ്ക്ക് പോകുന്നത് പോലെ അയാൾ ഒരുങ്ങിയിരുന്നു. കറുത്ത കോട്ട് ധരിച്ചിട്ടുണ്ട്. തലയിൽ ഹാറ്റും. അയാളുടെ കയ്യിൽ ആ ബാഗുണ്ടായിരുന്നു. അയാൾ മഞ്ഞ കാറിൽ കയറിയപ്പോൾ മാർട്ടിൻ കാറിൻ്റെ നമ്പർ ഡയലിൽ കുറിച്ചു. മഞ്ഞ കാർ തിരിഞ്ഞു വന്ന വഴിയിലൂടെ പോയി. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ കാറിൻ്റെ മുൻപിൽ ഒരു നമ്പർ, പുറകിൽ വേറൊരു നമ്പർ. അതെ, ഇവർ ഏതോ നിഗൂഢ സംഘത്തിൽ പെട്ടവരാണ്. ഇവരെ പിന്തുടരുക തന്നെ. ആ തീരുമാനത്തോടെ അദ്ദേഹം തൻ്റെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. സിഡ്നി നഗരത്തിലെ പ്രധാന റോഡിലൂടെ ആ കാറുകൾ പടിഞ്ഞാറോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. തിരക്കേറിയ വീതികളിലെ വാഹനങ്ങളെ തൊട്ടില്ല എന്ന മട്ടിൽ മഞ്ഞക്കാർ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. പുറകിലത്തെ സീറ്റിലിരുന്ന റിക്ലെ തൻ്റെ പിന്നാലെ വരുന്ന കാറിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരോ തങ്ങളെ അനുഗമിക്കുകയാണ്. ഹോട്ടലിൻ്റെ മുൻപിൽ നിന്ന് ഒരുവൻ തന്നെ അലസമായി ശ്രദ്ധിക്കുന്നത് അയാൾ കണ്ടതാണ്. ചിലപ്പോൾ രഹസ്യ പോലീസ് ആയിരിക്കുമോ? വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തന്നെ അയാൾ തീരുമാനിച്ചു. ഈ വിവരം കേന്ദ്രത്തെ അറിയിക്കേണ്ടിയിരിക്കുന്നു. അതിനെന്താണൊരു മാർഗം? മഞ്ഞക്കാർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നു. ഡ്രൈവറെ ബാഗ് ഏൽപ്പിച്ചതിന് ശേഷം റിക്ലെ സ്റ്റേഷനിലേക്ക് ചെന്നു.
ട്രെയിനിനെ പറ്റിയുള്ള വിവരങ്ങൾ ആരാഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് വാങ്ങിച്ചു. ട്രെയിൻ 4:30-ക്കാണ് വരുന്നത്. അത് മെൽബോണിലേക്ക് തിരിച്ചു പോകുന്നത് 5:10-നും. ഇപ്പോൾ 4:15 ആയിട്ടുള്ളൂ. ഇനി വളരെയധികം സമയമുണ്ട്. അയാൾ കാറിനടുത്ത് തിരിച്ചെത്തി. അടുത്തുള്ള ഹോട്ടലിലേക്ക് വിടാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഹോട്ടലിന് മുമ്പിൽ കാർ നിന്നു. ഡ്രൈവറെ പുറത്ത് കാവൽ നിർത്തിയതിന് ശേഷം റിക്ലെ ബാഗുമായി മുറിക്കകത്ത് പ്രവേശിച്ചു. ബാഗ് ബെഡിനടിയിലേക്ക് തള്ളി വെച്ചതിന് ശേഷം ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഇസഡ്, നമ്പർ 10 സംസാരിക്കുന്നു. ഞാൻ സിഡ്നി റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ എന്നെ ഒരു കാർ പിന്തുടരുന്നുണ്ടായിരുന്നു. ഏതോ രഹസ്യ പോലീസുകാരനാണെന്ന് തോന്നുന്നു. അയാൾ നമ്മുടെ ആഗമനം എങ്ങനെയോ മണത്തറിഞ്ഞിട്ടുണ്ട്. വളരെ താഴ്ന്ന സ്വരത്തിലാണ് സംസാരിച്ചത്. ശത്രുവിനെപ്പറ്റി അറിഞ്ഞത് നന്നായി. അയാളെ അന്വേഷിക്കുന്നതിനായി ഞാൻ ആളെ അയക്കുന്നുണ്ട്. സിഡ്നിയിൽ നിന്ന് മെൽബോണിലേക്കുള്ള യാത്രയിൽ എവിടെയെങ്കിലും ട്രെയിനിൽ നിന്നാൽ നിങ്ങൾ അവിടെ ഇറങ്ങുക. താങ്ക് യു സാർ. അയാൾ റിസീവർ താഴെ വെച്ചു. റിക്ലെ ബെഡിലിരുന്നു കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ കർച്ചീഫ് ഉപയോഗിച്ച് തുടച്ചു. പിന്നെ ഒരു സിഗരറ്റ് കത്തിച്ചു ചുണ്ടിൽ തിരുകി. 5 ആകാൻ 5 മിനിറ്റുള്ളപ്പോൾ അയാൾ വാതിലടച്ച് പുറത്തിറങ്ങി. ആ മഞ്ഞ കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. ട്രെയിനിൽ കയറി ബാഗ് സീറ്റിനടിയിൽ വെച്ചിട്ട് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി അയാൾ ഇരുന്നു. ട്രെയിൻ ഇളകിത്തിറങ്ങി. ശീതക്കാറ്റ് മുഖത്തടിച്ചപ്പോൾ അയാൾ ജാലകത്തിനടുത്ത് നിന്ന് മുഖം തിരിച്ചു. ആ കമ്പാർട്ട്മെൻറ്റിൽ അയാളെ കൂടാതെ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു യുവാവും യുവതിയും, മധ്യവയസ്കനായ വേറൊരാളോ. യുവാവും യുവതിയും ഭാര്യാഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു. അവർ തൊട്ടിരും ഇരുന്നുകൊണ്ട് ജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുകയാണ്. മധ്യവയസ്കൻ കണ്ണടയുടെ സഹായത്താൽ ഒരു പുസ്തകം പാരായണം ചെയ്യുന്നു. സന്ധ്യ കഴിഞ്ഞിരുന്നു. ഹാറ്റ് മുഖത്തേക്ക് അല്പം ചെരിച്ചു വെച്ചിട്ട് റിക്ലെ വെളിയിലേക്ക് നോക്കി. പട്ടണ പ്രാന്തത്തിൽ നിന്നകന്നതോടുകൂടി ആപ്പിൾ, മുന്തിരി, ഓറഞ്ച് തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഇരുട്ടായി തുടങ്ങിയതിനാൽ തോട്ടങ്ങൾ ഓരോ വനപ്രദേശം പോലെയാണ് കാണാനായത്. കറുത്ത സ്തൂപങ്ങൾ പോലെ യൂക്കാലിപ്സ്, പൈൻ ആദിയായ വൃക്ഷങ്ങൾ അങ്ങിങ്ങായി നിൽക്കുന്നത് ഇരുണ്ട വെളിച്ചത്തിൽ കാണാം. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് റിക്ലെ കണ്ണുകൾ പിൻവലിച്ചത്. തുറന്ന വാതിലൂടെ ഒരാൾ തന്നെ നോക്കുന്നത് അയാൾ കണ്ടു. റിക്ലയുടെ ശിരാചക്രങ്ങളുടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അയാൾ തന്നെ പിന്തുടരുകയാണ്. റിക്ലെ കയറിയതിൻ്റെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം കയറിയിരുന്നു. അവൻ അവിടെ തന്നെയുണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം തൻ്റെ സീറ്റിൽ തിരിച്ചു വന്നു. കൂട്ടിലിട്ട വെരുകിനെ പോലെയാണ് റിക്ലെ സീറ്റിലിരുന്നത്. ആ രഹസ്യാന്വേഷണൻ്റെ പിടിയിൽ അമരുന്നതിന് മുമ്പ് എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇപ്പോൾ അയാൾ സെക്യൂരിറ്റി പോലീസിനെയും കൂട്ടി തന്നെ പിടികൂടുകയും ബാഗ് പരിശോധിക്കുകയും ചെയ്താൽ ആകെ അവതാളത്തിലാകും. 10,000-കണക്കിന് ഡോളർ വില വരുന്ന വെള്ളിയാണ് ബാഗിനുള്ളിലുള്ളത്. ഈ വെള്ളിക്കട്ടികൾ പോലീസ് കണ്ടെടുത്താൽ കേന്ദ്രത്തിന് ഒരു വലിയ നഷ്ടമായിരിക്കും. അതിനാൽ എളുപ്പമൊന്നും പിടികൊടുക്കരുത്. അയാൾ ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി. അങ്ങകലെ ചില പ്രകാശഗോളങ്ങൾ അയാൾ കണ്ടു. അവിടെ റോഡ് മുറിച്ച് കടന്നാണ് റെയിൽപാളം പോകുന്നത്. അതിനാൽ ചില പ്രത്യേക അടയാളങ്ങൾ അവിടെയുണ്ടായിരുന്നു. ട്രെയിൻ ആ വെളിച്ചത്തെ സമീപിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ചുവന്ന ലൈറ്റ് അവിടെ പ്രകാശിച്ചു. എന്തോ അപകടമുണ്ടെന്ന് റിക്ലെ അനുമാനിച്ചു. ഒരു വലിയ ശബ്ദത്തോടെ ട്രെയിൻ നിന്നു. കമ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം. യാത്രക്കാരിൽ ചിലർ മറിഞ്ഞു വീണു. ഉറങ്ങിക്കിടന്നവർ ഞെട്ടി ഉണർന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഒന്നു മാത്രം അറിയാം, ട്രെയിൻ ഓടുന്നില്ല. യാത്രക്കാർ പരിഭ്രാന്തരായി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി റിക്ലെ വാതിൽക്കലേക്ക് ചെന്നു പുറത്തേക്ക് നോക്കി. 2 മഞ്ഞ പ്രകാശഗോളങ്ങൾ അല്പം അകലെയായി തെളിഞ്ഞണയുന്നത് അയാൾ കണ്ടു. ഉടനെ അയാൾ സീറ്റിനടിയിൽ നിന്നും ബാഗ് വലിച്ചെടുത്തുകൊണ്ട് വെളിയിൽ ചാടി. പ്രകാശം കണ്ട ഭാഗത്തേക്ക് വേഗം നടന്നു. അവിടെ ഒരു മഞ്ഞ കാർ കിടപ്പുണ്ടായിരുന്നു. അയാൾ അതിൽ കയറി. കാർ തെക്കു ഭാഗത്തേക്ക് പാഞ്ഞുപോയി. ട്രെയിൻ നീങ്ങി തുടങ്ങി. ലൈനിൽ യാതൊരു തകരാറുമില്ലായിരുന്നു. എന്നാൽ ചുവന്ന ലൈറ്റ് പ്രകാശിച്ചത് എങ്ങനെയാണെന്ന് അവിടുത്തെ ഓഫീസർമാർക്ക് പോലും അറിയില്ല. ട്രെയിൻ ഇളകിത്തുടങ്ങിയപ്പോൾ മാർട്ടിൻ താൻ പിന്തുടരുന്ന വ്യക്തി ഇരുന്ന കമ്പാർട്ട്മെൻറ്റിലെത്തി. അയാളെ അവിടെ കാണാതിരുന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് തോന്നി. ട്രെയിൻ നിന്ന സ്ഥലത്തായിരിക്കണം അവൻ ഇറങ്ങിയത്. അദ്ദേഹം തൻ്റെ സാധനങ്ങളുമായി ഓടുന്ന തീവണ്ടിയിൽ നിന്നും വെളിയിലേക്ക് കുതിച്ചു ചാടി. പൂഴിമണ്ണിലാണ് ചെന്ന് വീണത്. ട്രെയിൻ ചൂളമടിച്ചുകൊണ്ട് അകന്നുപോയി. ശരീരത്തിലെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അദ്ദേഹം ട്രെയിൻ നിർത്തിയ ഭാഗത്തേക്ക് ചെന്നു. അപ്പോഴാണ് തെക്കുവശത്തെ റോഡിലൂടെ ഒരു കാർ പാഞ്ഞു പോകുന്നത് കണ്ടത്. ഒരു ടാക്സി വിളിച്ച് കുറ്റാന്വേഷകനും അവരെ പിന്തുടർന്നു. ഇരുവശത്തും കണ്ണെത്താത്ത ദൂരത്തിൽ നീണ്ടു പരന്നു കിടക്കുന്ന ഗോതമ്പ് വയലുകളുടെ നടുവിലൂടെയുള്ള റോഡിൽ കൂടി മഞ്ഞക്കാർ വായുവേഗത്തിൽ പായുകയാണ്. ആ കാറിൻ്റെ പ്രകാശം ഇരുളിൽ മറയുമ്പോഴേക്കും പുറകിൽ മാർട്ടിൻ്റെ കാറിൻ്റെ വെളിച്ചം കണ്ടു തുടങ്ങും. 9 മണിയോടടുത്തപ്പോൾ കാൻബറ പട്ടണത്തിൻ്റെ പ്രകാശം മഞ്ഞക്കാറിലുള്ളവർ അകലെ കണ്ടു. അവർ അതിനെ സമീപിച്ചു കൊണ്ടിരുന്നു. പകൽ പോലെ വെളിച്ചം പരത്തുന്ന 1000 നക്ഷത്രങ്ങൾ പുറത്തിറങ്ങിയതുപോലെയുള്ള നഗരം അടുത്തെത്തിക്കഴിഞ്ഞു. അവർ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പുറകിൽ വന്ന കാർ മുൻപിൽ കടന്നുപോയി. മഞ്ഞക്കാറിൻ്റെ വേഗത കുറഞ്ഞു. അത് ഒരു വലിയ ഹോട്ടലിന് മുൻപിൽ നിന്നു. പോർട്ടിക്കോയുടെ മധ്യത്തിലുണ്ടായിരുന്ന പൂന്തോട്ടത്തിന് നടുവിലായി പ്രകാശിക്കുന്ന വലിയ മെർക്കുറി ട്യൂബുകളുടെ പ്രകാശം അവിടെ മുഴുവൻ വെളിച്ചം നൽകാൻ പര്യാപ്തമായിരുന്നു. റിക്ലെ ബാഗുമായി കാറിൽ നിന്നും ഇറങ്ങി. പോർട്ടിക്കോയുടെ വലതുഭാഗത്തെ വലിയ കാൻവാസ് ചിത്രം അയാളെ ആകർഷിച്ചു.
ഒരു ഇംഗ്ലീഷ് നർത്തകി നൃത്തം ചവിട്ടുന്ന ചിത്രമായിരുന്നു അത്. അയാൾ ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ അല്പം മാറി നിന്ന് തന്നെ നോക്കി പുഞ്ചിരി തൂകുന്ന മാർട്ടിനെ അയാൾ കണ്ടില്ല. റിക്ലയെയും വഹിച്ചുകൊണ്ട് ലിഫ്റ്റ് ഉയർന്നു പോയി. ഇരുണ്ട വെളിച്ചം മാത്രമുള്ള വരാന്തയിലൂടെ നടന്ന് അയാൾ ഇരുവശത്തും നിരനിരയായി മുറികളുള്ള ഒരു ഇടനാഴിയിലെത്തി. അയാൾ മുൻപോട്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ നിന്നു. തൻ്റെ മുൻപിൽ ആരോ നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. തീ തുപ്പാൻ തയ്യാറായി നിൽക്കുന്ന റിവോൾവറിൻ്റെ കുഴൽ അയാൾ കണ്ടു. നിമിഷം കൊണ്ട് മാർട്ടിൻ എന്ന എതിരാളിയെ റിക്ലെ തിരിച്ചറിഞ്ഞു. ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അനങ്ങരുത്. മാർട്ടിൻ റിവോൾവർ അയാളുടെ നെഞ്ചിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ റിക്ലെ കുഴങ്ങുകയാണ്. അപകടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ വരെ എത്തിയത് ഇയാൾക്ക് കീഴടങ്ങുവാനാണോ? ഇയാളെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ ഞാൻ നേടുമെന്ന് തോന്നുന്നില്ല. അതിനാൽ പരാജയം സമ്മതിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് സൂത്രത്തിൽ ഇയാളെ തോൽപ്പിക്കുക തന്നെ. അയാൾ നിശ്ചലനായി നിന്നു. ആ ബാഗ് നിലത്ത് വയ്ക്കുക, മാർട്ടിൻ വീണ്ടും കൽപ്പിച്ചു. ഗത്യന്തരമില്ലാതെ അയാൾ ബാഗ് നിലത്ത് വെച്ചു. കൈകൾ മുകളിലേക്ക് ഉയർത്ത്. അയാളുടെ ദീർഘങ്ങളായ മെലിഞ്ഞ കൈകൾ മുകളിലേക്ക് ഉയർന്നു. അയാൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു. നടക്ക്. ബാഗ് കയ്യിലെടുത്തുകൊണ്ട് മാർട്ടിൻ ആജ്ഞാപിച്ചു. മാർട്ടിൻ്റെ മുൻപിലായി കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റിക്ലെ നടന്നു. തുറന്നു കിടക്കുന്ന ഒരു മുറിയിലേക്ക് മാർട്ടിൻ അയാളെ നയിച്ചു. അപ്പോൾ മാർട്ടിൻ്റെ റിവോൾവറിൻ്റെ കുഴൽ അയാളുടെ കോട്ടിൻ്റെ പുറത്ത് സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാഗിൽ എന്താണ്? മുറിയിലെത്തിയപ്പോൾ മാർട്ടിൻ ചോദിച്ചു. റിക്ലെ മറുപടി പറഞ്ഞില്ല. അയാൾ മാർട്ടിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ റിവോൾവറിൽ 9 ബുള്ളറ്റ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കും. ഓർമ്മയിരിക്കട്ടെ. പറയൂ, ബാഗിൽ എന്താണ്? മാർട്ടിൻ അധികാര സ്വരത്തിൽ ചോദിച്ചു. വെള്ളി. അയാളുടെ അധരങ്ങൾ ചലിച്ചു. എവിടെ നിന്ന്? സിൽവർട്ടണിൽ നിന്ന്. അങ്ങനെ വരട്ടെ. അപ്പോൾ നിങ്ങളാണ് ഭീകരനായ വെള്ളിക്കൊള്ളക്കാരൻ. മാർട്ടിൻ വിജയഭാവത്തിൽ റിക്ലയെ നോക്കി ചിരിച്ചു. പല്ലു കടിച്ചുകൊണ്ട് അയാൾ തല താഴ്ത്തി. കൈകൾ മുന്നോട്ട് നീട്ടൂ. അയാൾ കൈകൾ മുന്നോട്ട് നീട്ടിയപ്പോൾ മാർട്ടിൻ അയാളുടെ കൈകൾ നൈലോൺ ചരട് കൊണ്ട് ബന്ധിക്കാനായി മുന്നോട്ടെടുത്തു. സാർ. പരിഭ്രമം കലർന്ന ഒരു വിളി മാർട്ടിൻ കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഒരു പോലീസുകാരൻ നിന്നിരുന്നു. അയാളുടെ മുഖം പരിഭ്രമം കൊണ്ട് വിളറിയിരുന്നു. എന്താണ്? അദ്ദേഹം ഉത്കണ്ഠയോടെ തിരക്കി. അതാ. അയാൾ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. എന്താണ്? പറയൂ. മാർട്ടിന് പരിഭ്രമമായി. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? 54-ാമത്തെ മുറിയിൽ ഇൻസ്പെക്ടറും ഒരു സ്വർണ്ണ കൊള്ളക്കാരനുമായി ഏറ്റുമുട്ടുന്നു. ശരീരം മുഴുവൻ സ്വർണം പൂശിയ ഒരു സ്ത്രീ ആ മുറിയിൽ മരിച്ചു കിടക്കുന്നുണ്ട്. പരിഭ്രമത്തോടെ പോലീസുകാരൻ പറഞ്ഞു. ഇയാളെ നോക്കിക്കൊള്ളുക, മാർട്ടിൻ പറഞ്ഞു. ശരി സാർ. മാർട്ടിൻ റിവോൾവറുമായി മുകളിലത്തെ നിലയിലേക്ക് ഓടി. പോലീസുകാരൻ ഒന്ന് ഊറിച്ചിരിച്ചു. റിക്ലെ ഉടൻ തന്നെ ഭാഗമെടുത്ത് പുറപ്പെട്ടുകൊള്ളൂ, പോലീസുകാരൻ്റെ വേഷം കെട്ടിയ കൊള്ളക്കാരൻ പറഞ്ഞു. റിക്ലയുടെ സന്തോഷത്തിന് അതിരില്ല. അയാൾ ഭാഗമെടുത്തുകൊണ്ട് വേഗം പുറത്തിറങ്ങി. ലിഫ്റ്റ് വഴി അടിയിലത്തെ നിലയിലെത്തി. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. നേരിയ മഞ്ഞും പെയ്യുന്നുണ്ട്. റിക്ലെ വേഗം കാറിനടുത്തേക്ക് നടന്നു. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് മാർട്ടിൻ മനസ്സിലാക്കി. ബാഗുമായി 2 പേർ കാറിനടുത്തേക്ക് നടക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ റിവോൾവർ ഒന്ന് ഗർജിച്ചു. റിക്ലയുടെ കയ്യിൽ നിന്നും ബാഗ് തെറിച്ചുപോയി. ഉടൻ തന്നെ ബാഗുമെടുത്ത് അയാൾ കാറിൽ കയറി. ആ മഞ്ഞ കാർ പോർട്ടിക്കോയിൽ നിന്നും പാഞ്ഞുപോയി. കാറിന് നേരെ മാർട്ടിൻ നിറയൊഴിച്ചു. അത് ലക്ഷ്യത്തിന് കൊണ്ടില്ല. മാർട്ടിൻ ബന്ധപ്പെട്ട് തൻ്റെ കാറിനടുത്തെത്തി. കാറിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അയാൾ എവിടെ പോയിരിക്കും? അയാളെ അന്വേഷിക്കുവാൻ സമയമില്ല. തസ്കരന്മാരെ പിന്തുടരുക തന്നെ. മാർട്ടിൻ കാറിൽ കയറി. തൻ്റെ കാറിൻ്റെ സീറ്റ് മുഴുവൻ നനഞ്ഞിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. മഴ പെയ്തപ്പോൾ കാറ്റിൻ്റെ ശക്തി കൊണ്ട് വെള്ളം കാറിൽ വീണതായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. പെട്രോളിൻ്റെ ഗന്ധം അദ്ദേഹത്തിൻ്റെ നാസാരന്ധ്രങ്ങളിൽ അടിച്ചു കയറി. എന്നിട്ടും മാർട്ടിന് സംശയം തോന്നിയില്ല. യന്ത്രം പ്രവർത്തിപ്പിച്ചു. കാറിൻ്റെ ചക്രങ്ങളും ഉരുളുവാൻ തുടങ്ങിയപ്പോൾ കാറിനടിയിൽ നിന്നും ഒരു മനുഷ്യൻ ഉരുണ്ടുമാറി. അയാൾ കാറിൻ്റെ ബ്രേക്ക് കളഞ്ഞിരുന്നു. മാർട്ടിൻ ആക്സിലേറ്ററിൽ കാലമർത്തി. അത് മഞ്ഞ കാറ് പോയ റോഡിലൂടെ പാഞ്ഞുപോയി. അപ്പോൾ കാറിന് പുറകിൽ ഒരു നീണ്ട തിരി അല്പാൽപമായി കത്തുന്നുണ്ടായിരുന്നു. മാർട്ടിൻ വാശിയോടെ കാർ ഓടിക്കുകയാണ്. യന്ത്രം അതിൻ്റെ മുഴുവൻ വേഗതയിൽ പ്രവർത്തിച്ചു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അകലെ ഒരു കാറിൻ്റെ പ്രകാശം മാർട്ടിൻ കണ്ടു. അദ്ദേഹം ആക്സിലേറ്ററിൽ കാലമർത്തി. പൂർവാധികം വേഗതയിൽ കാർ മുൻപോട്ട് കുതിച്ചു. തൻ്റെ കാർ എതിരെ വന്ന ചില വാഹനങ്ങളിൽ സ്പർശിച്ചില്ലേ എന്ന് പോലും മാർട്ടിന് തോന്നി. പറക്കുന്ന വേഗതയിലാണ് അദ്ദേഹം മഞ്ഞക്കാറിനെ സമീപിച്ചു കൊണ്ടിരുന്നത്. മെയിൻ റോഡിൽ നിന്നും ആൾത്തിരക്ക് കുറഞ്ഞ ഒരു തെരുവിലേക്ക് മഞ്ഞക്കാർ തിരിഞ്ഞു. പട്ടണത്തിലെ തിരക്കും ബഹളവും ആ തെരുവുകളിൽ ഇല്ലായിരുന്നു. മഴ ശമിച്ചിട്ടും കാർമേഘാവൃതമായ അമ്പലത്തിൻ്റെ കോണിൽ ചന്ദ്രിക മറിഞ്ഞിരുന്നു. തലയുയർത്തി നിൽക്കുന്ന ചില കെട്ടിടങ്ങളിൽ നിന്നും പ്രകാശം ഇരുട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ട്. റേഡിയോ ഗാനങ്ങളും ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കാം. മഞ്ഞക്കാർ വേഗതയിൽ തന്നെയാണ് ഓടുന്നതെങ്കിലും പുറകെ വരുന്ന മാർട്ടിൻ്റെ കാറിൻ്റെ പകുതി വേഗത പോലുമില്ലായിരുന്നു. താൻ മരണത്തിൻ്റെ വക്കിലാണ് ഇരിക്കുന്നതെന്ന് മാർട്ടിൻ മനസ്സിലാക്കിയില്ല. അദ്ദേഹം മഞ്ഞക്കാറിനെ സമീപിച്ചു കൊണ്ടിരുന്നു. വെറും 30 വാര അകലം മാത്രമേയുള്ളൂ 2 കാറും തമ്മിൽ. കാർ വീണ്ടും അടുത്തുകൊണ്ടിരുന്നു. മാർട്ടിൻ റിവോൾവർ കയ്യിലെടുത്തു. പെട്രോളിൻ്റെ ഗന്ധം അദ്ദേഹത്തിൻ്റെ നാസാദ്വാരങ്ങളിൽ അടിച്ചു കയറിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് ഇവിടെ പെട്രോൾ വന്നത്? മാർട്ടിനാകെ പരിഭ്രമമായി. നിയന്ത്രാതീതമായ വേഗത്തിലാണ് കാർ പോകുന്നത്. പെട്ടെന്ന് മാർട്ടിൻ്റെ കാറിൽ തീജ്വാലകൾ ഉയർന്നു പൊങ്ങി. അദ്ദേഹത്തിൻ്റെ കോട്ടിലും തീ പിടിച്ചിരിക്കുന്നു. കാറിനുള്ളിൽ മുഴുവൻ
തീജ്വാലകൾ. മാർട്ടിൻ ആക്സിലേറ്ററിൽ നിന്ന് കാൽ ബ്രേക്കിലേക്ക് മാറ്റി. എന്നാൽ ബ്രേക്ക് പോയ കാറുണ്ടോ നിൽക്കുന്നു. രക്ഷയിലെന്ന് കണ്ട മാർട്ടിൻ അർദ്ധപ്രാണനായി വാതിൽ തുറന്നു പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. എന്നാൽ വാതിൽ പടിയിൽ തട്ടി അദ്ദേഹം കാറിനുള്ളിലേക്ക് തന്നെ മറിഞ്ഞു വീണു. അപ്പോഴേക്കും മാർട്ടിൻ അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. നിയന്ത്രണം വിട്ട കാർ അഗ്നിജ്വാലകൾ ഉയർത്തിക്കൊണ്ട് റോഡ് സൈഡിലുള്ള ഗോതമ്പ് വയലിലേക്ക് മറിഞ്ഞു. അതവിടെ കിടന്ന് കത്തി നശിക്കുമ്പോൾ മഞ്ഞക്കാർ വേറൊരു റോഡിലൂടെ പട്ടണത്തിലേക്ക് തിരിയുകയായിരുന്നു. 10 മണിയോടെ മഞ്ഞക്കാർ ഒരു കൂറ്റൻ കെട്ടിടത്തിനു മുൻപിൽ നിന്നു. അതിൻ്റെ മുൻപിലെ ഓട്ടോമാറ്റിക് കളർ ലൈറ്റുകൾ ഹോട്ടൽ ഏഞ്ചൽ എന്നെഴുതുകയും മായ്ച്ചു കളയുകയും ചെയ്തുകൊണ്ടിരുന്നു. പോർട്ടിക്കോയുടെ മധ്യത്തിലായി നിന്ന ആ കാറിൻ്റെ ലൈറ്റുകൾ ഒരു പ്രാവശ്യം തെളിഞ്ഞണഞ്ഞു. അപ്പോൾ ഹോട്ടലിന് മുൻപിൽ നിന്നും ഒരു ദീർഘകായൻ കാറിനടുത്തെത്തി. പച്ചക്കണ്ണട. റിക്ലെ ബാഗ് പച്ചക്കണ്ണടയെ ഏൽപ്പിച്ചു. പച്ചക്കണ്ണട ബാഗുമായി ഹോട്ടലിലേക്ക് നടന്നു. പുറകെ റിക്ലയും. മഞ്ഞക്കാർ വന്ന വഴി തിരിച്ചുപോയി. നടക്കുമ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചിരുന്നില്ല. അവർ ലിഫ്റ്റ് വഴി 7-ാം നിലയിലെത്തി. അവിടെയുള്ള 16-ാം നമ്പർ മുറിയുടെ മുൻപിൽ അവർ എത്തി. പച്ചക്കണ്ണട താക്കോലെടുത്ത് മുറി തുറന്നു. ബാഗ് ഉള്ളിൽ വച്ച ശേഷം വീണ്ടും മുറിയടച്ച് പൂട്ടി. അവർ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. വിശാലമായ ഡൈനിങ് ഹാൾ. പലതരക്കാരായ ആളുകൾ അവിടെയുണ്ടെന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാവരും വെള്ളിക്കാരാണ്. ചിലർ മദ്യം ഉപയോഗിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു മേശയുടെ ചുറ്റും 2 യുവാക്കളും ഒരു യുവതിയും ഇരിക്കുന്നു. യുവതിയുടെ ചെമ്പൻ തലമുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നു. യുവാക്കൾ 2 പേരും വിദേശ മദ്യത്തിൻ്റെ മായാലഹരിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒരു യുവാവിൻ്റെ കരം യുവതിയുടെ അരക്കെട്ടിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൾ നാണത്തോടെ മറ്റേ യുവാവിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആൾത്തിരക്കൊഴിഞ്ഞ ഒരു ഭാഗത്ത് മഞ്ഞ ലൈറ്റിൻ്റെ അടിയിൽ പച്ചക്കണ്ണട ഇരുന്നു. അയാൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ റിക്ലയും. പച്ചക്കണ്ണട വില കൂടിയ വിദേശ മദ്യത്തിന് ഓർഡർ കൊടുത്തു. വെയിറ്റർ മദ്യവുമായി എത്തി. പച്ചക്കണ്ണട കുപ്പിയിൽ നിന്നും മദ്യം ഗ്ലാസ്സിലേക്ക് പകർത്തി. മഞ്ഞപ്പൂക്കളുടെ ചിത്രങ്ങളുള്ള ഗ്ലാസ്സിൽ പത ഉയർന്നു പൊങ്ങി. മിസ്റ്റർ റിക്ലെ, നിങ്ങളുടെ സഹനശക്തി ശ്ലാഘനീയം തന്നെ. ആ രഹസ്യ പോലീസിൻ്റെ മുൻപിൽ ബുദ്ധിപൂർവ്വം പെരുമാറിയിരിക്കുന്നു. പച്ചക്കണ്ണട ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ കരുതി അയാൾ എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞെന്ന്. അവസാന നിമിഷത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. മദ്യം വലിച്ചു കുടിച്ചുകൊണ്ട് റിക്ലെ പറഞ്ഞു. നിങ്ങൾ സിഡ്നിയിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അറിവ് കൊടുത്ത ഉടൻ തന്നെ അയാളെപ്പറ്റി അന്വേഷിക്കുവാൻ ആൾ നിയോഗിക്കപ്പെട്ടു. അതിനാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. പച്ചക്കണ്ണട വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. താങ്കൾ എങ്ങനെയാണിത് അറിഞ്ഞത്? റിക്ലെ പച്ചക്കണ്ണടയുടെ മുഖത്തേക്ക് നോക്കി. കേന്ദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും എന്നെ കേന്ദ്രം അറിയിക്കും. ഒരു കുപ്പി മദ്യം അകത്താക്കിയ ശേഷം അയാൾ ഒരു ചുരുട്ടിന് തീ കൊളുത്തി. കൂടുതൽ ചോദിക്കുന്നത് നന്നല്ലെന്നറിയാവുന്നതിനാൽ റിക്ലെ കൂടുതലൊന്നും ചോദിച്ചില്ല. അയാൾ മദ്യം വീണ്ടും അകത്താക്കിക്കൊണ്ടിരുന്നു. 10:30 5 മിനിറ്റുള്ളപ്പോൾ പച്ചക്കണ്ണട എണീറ്റു. ബില്ല് പേ ചെയ്ത ശേഷം അയാൾ തൻ്റെ റൂമിലേക്ക് പോയി. മുറിയിൽ കയറിയ പച്ചക്കണ്ണട വാതിലടച്ച് കുറ്റിയിട്ടു. ടെലിഫോണിൻ്റെ റിസീവർ എടുത്ത് ഡയൽ 2-3 പ്രാവശ്യം കറക്കി. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ എന്തോ പറഞ്ഞു. അതിനുശേഷം 1 മിനിറ്റ് നേരം സന്ദേശം ശ്രവിച്ച ശേഷം റിസീവർ താഴെ വെച്ചു. 10:30 2 മിനിറ്റ് കൂടിയുണ്ട്. അയാൾ ബാഗെടുത്ത് മുറി പൂട്ടി താക്കോൽ മാനേജറെ ഏൽപ്പിച്ച ശേഷം പോർട്ടിക്കോയിലെത്തി. അപ്പോൾ ഒരു മഞ്ഞ കാർ അവിടെ വന്നു നിന്നു. അതിൻ്റെ മഞ്ഞ ലൈറ്റുകൾ തെളിഞ്ഞണഞ്ഞു. പച്ചക്കണ്ണട കാറിനടുത്തേക്ക് നടന്നു. ബാഗ് കാറിനുള്ളിൽ വച്ച ശേഷം അയാളും കയറി. കാർ വന്ന വഴിയെ തിരിച്ചുപോയി. മിനിറ്റുകൾക്കുള്ളിൽ ആ കാർ കാൻബറ വിമാനത്താവളത്തിന് സമീപം വന്നു നിന്നു. പച്ചക്കണ്ണട കാറിൽ നിന്നിറങ്ങിയപ്പോൾ അത് തിരിച്ചുപോയി. വിമാനം ഇനിയും വന്നിറങ്ങിയിട്ട് ഇല്ലാതിരുന്നതിനാൽ അയാൾ ആൾത്തിരക്ക് കുറഞ്ഞ ഒരു ഭാഗത്ത് ചെന്ന് നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അനൗൺസ്മെൻറ്റ് കേട്ടു. അഡ്ലൈഡിൽ നിന്നുള്ള വിമാനം അടുത്തെത്തിക്കഴിഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ അത് നിലത്തിറങ്ങുന്നതാണ്. പച്ചക്കണ്ണട അകലേക്ക് നോക്കി. കട്ടപിടിച്ച അന്ധകാരം ചന്ദ്രികയും താരകങ്ങളും ആ അമ്പരത്തെ അലങ്കരിച്ചിരുന്നില്ല. പകരം ഭീമാകാരങ്ങളായ മേഘങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നു. ഇരുളിൽ നേരിയ പ്രകാശം അയാൾ കണ്ടു. വളരെ അകലെയാണത്. അത് വ്യക്തമായി തുടങ്ങി. 2 പ്രകാശഗോളങ്ങൾ അടുത്തു വന്നുകൊണ്ടിരുന്നു. പ്രകാശം അടുത്തെത്തിയപ്പോൾ വിമാനത്തിൻ്റെ ഇരമ്പൽ വ്യക്തമായി കേട്ടു. വിമാനം അവരുടെ തലയ്ക്ക് മുകളിൽ വന്ന് ഒന്ന് കറങ്ങി. പിന്നീട് ഒരു പക്ഷിയെപ്പോലെ നിലത്തിറങ്ങി. യാത്രക്കാരിറങ്ങി. ചെറിയ മോട്ടോർ വാഹനങ്ങൾ അവരുടെ സാധനങ്ങൾ വിമാനത്തിന് സമീപത്തു നിന്നും മാറ്റി. അരമണിക്കൂറിനുള്ളിൽ അത് വീണ്ടും അഡ്ലെയ്ഡിലേക്ക് പറന്നുയരും. പച്ചക്കണ്ണട തൻ്റെ ബാഗിലേക്ക് നോക്കി. കസ്റ്റംസ് പരിശോധനയുള്ള സമയമാണ്. തൻ്റെ ബാഗ് പരിശോധിക്കപ്പെട്ടാലോ? പിന്നത്തെ സ്ഥിതി എന്തായിരിക്കും? അയാൾ ആലോചിച്ചു. എന്താണ് ഒരു മാർഗം? ഇതേസമയം യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഒരു വെള്ളക്കാരനെ കണ്ടു. അയാളുടെ ഭാവവും വേഷവും കണ്ടാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നും. അയാളുടെ കയ്യിലും ഉണ്ട് ഒരു ബാഗ്. പച്ചക്കണ്ണട സൂക്ഷിച്ചു നോക്കി. 2 ബാഗും ഒരുപോലെ ഇരിക്കുന്നു. പച്ചക്കണ്ണട അയാളെ നോക്കി പുഞ്ചിരിച്ചു. വിമാനം പറന്നുയർന്നു. താവളത്തിലെ ലൈറ്റിൻ്റെ പ്രകാശം അകന്നു പോകുന്നതും അവസാനം ഒരു പൊട്ടുപോലെയാകുന്നതും പച്ചക്കണ്ണട കണ്ടു. അയാളുടെ അടുത്ത സീറ്റിലാണ് ബാഗുമായി വന്ന ആ വെള്ളക്കാരൻ ഇരുന്നിരുന്നത്. പച്ചക്കണ്ണട അയാളെപ്പറ്റി ചോദിച്ചറിഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ അവർ സ്നേഹിതന്മാരായി കഴിഞ്ഞു. തോമസ് ജെഫേഴ്സൺ, അതാണ് അയാളുടെ പേര്. കാൻബറയിലാണ് അയാളുടെ വീട്.
അഡ്ലൈഡിലെ കമ്പിളിരോമം, മാംസം, പാൽപ്പൊടി, വെണ്ണ മുതലായവ കയറ്റി അയക്കുന്ന ഒരു കമ്പനിയിലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി ജോലി നോക്കുന്നു. അവധിക്ക് വീട്ടിൽ വന്ന അയാൾ അഡ്ലൈഡിലേക്ക് തിരിച്ചു പോവുകയാണ്. തോമസ് ബാത്റൂമിലേക്ക് പോയ അവസരത്തിൽ പച്ചക്കണ്ണട ബാഗ് തമ്മിൽ മാറ്റം ചെയ്തു. തോമസിൻ്റെ ബാഗ് തുറന്നു നോക്കി. അതിൽ 2-3 ജോഡി വസ്ത്രങ്ങളും കുറേ നോട്ട് ബുക്കുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. വിമാനം മറേ നദിയുടെ മുകളിലൂടെയാണ് പറക്കുന്നത്. തോമസ് എന്തോ അഗാധമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പച്ചക്കണ്ണട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വലിയ കാർമേഘങ്ങൾ പുറകോട്ട് പ്രവഹിക്കുന്നുണ്ട്. വിമാനം വീണ്ടും മറേ നദിയുടെ മുകളിലെത്തി. മിനിറ്റുകൾ വീണ്ടും കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. 12 മണിയോടെ വിമാനം അഡ്ലൈഡ് വിമാനത്താവളത്തിലെത്തി. കസ്റ്റംസ് പരിശോധന തുടങ്ങി. പച്ചക്കണ്ണടയുടെ ബാഗ് തോമസിൻ്റെ കയ്യിലും തോമസിൻ്റെ ബാഗ് പച്ചക്കണ്ണടയുടെ കയ്യിലുമാണ്. ഉത്കണ്ഠയോടെയാണെങ്കിലും ധീരത കളിയാടുന്ന നയനങ്ങളോടെ തോമസ് നോക്കി. യാതൊന്നും അറിയാത്ത തോമസിന് യാതൊരു ഭാവഭേദവുമില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പച്ചക്കണ്ണടയുടെ ബാഗ് പരിശോധിച്ചു. കുറേ വസ്ത്രങ്ങളും ബുക്കുകളും മാത്രം. ഉദ്യോഗസ്ഥൻ തോമസിനെ സമീപിച്ചു. അവർ തമ്മിൽ സ്നേഹിതന്മാരാണ്. ഹലോ മിസ്റ്റർ തോമസ് ജെഫേഴ്സൺ, യാത്ര സുഖകരമായിരുന്നോ? അയാൾ തോമസിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ചോദിച്ചു. സുഖകരമായിരുന്നു മിസ്റ്റർ ഹെൻറി. പച്ചക്കണ്ണടയ്ക്ക് ആശ്വാസമായി. കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ആ ബാഗ് പരിശോധിച്ചില്ല. ഒരു ഡിറ്റക്റ്റീവിനെ പരിശോധിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. പച്ചക്കണ്ണട മനസ്സിൽ പറഞ്ഞു. ഇനി അയാളിൽ നിന്നും ബാഗ് തിരിച്ചു വാങ്ങിക്കണം. അതിനെന്ത് ചെയ്യും? അല്പം അകലെ ഒരു മഞ്ഞപ്രകാശം മിന്നി പറയുന്നത് പച്ചക്കണ്ണട കണ്ടു. താങ്കൾ വരുന്നോ മിസ്റ്റർ തോമസ്? നമുക്ക് ടാക്സിയിൽ പോകാം. അയാൾ തോമസിനെ ക്ഷണിച്ചു. യെസ്, ഞാനും വരുന്നു. തോമസ് പച്ചക്കണ്ണടയുടെ കൂടെ നടന്നു. അവർ മഞ്ഞക്കാറിന് സമീപത്തെത്തി. ബാഗ് കാറിനുള്ളിൽ വച്ചിട്ട് പച്ചക്കണ്ണട തോമസിൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി കാറിൽ വെച്ചു. അവർ കാറിൽ കയറി. കാർ മുൻപോട്ട് നീങ്ങി. ഇതേ അവസരത്തിൽ പച്ചക്കണ്ണട ബാഗുകൾ തമ്മിൽ മാറ്റം ചെയ്തു കഴിഞ്ഞിരുന്നു. യാദൃശ്ചികമായിട്ടാണ് തോമസിൻ്റെ നയനങ്ങൾ ബാഗിൽ പതിഞ്ഞത്. 2 ബാഗും ഒരേപോലെ ഇരിക്കുന്നു. അയാൾ തൻ്റെ ബാഗ് എടുത്ത് നോക്കി. അതിന് ഭാരക്കുറവ് അനുഭവപ്പെട്ടു. അല്പം മുമ്പ് വരെ ഭാരം കൂടുതലുണ്ടായിരുന്ന ബാഗിൻ്റെ ഭാരം പെട്ടെന്ന് കുറയുക. ഡിറ്റക്റ്റീവ് ചിന്താധീനനായി. അയാൾ ബാഗ് തുറന്നു നോക്കി. എല്ലാം തന്നെ അതിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്? ചിലപ്പോൾ ഈ പച്ചക്കണ്ണട ഒരു തസ്കരനായിരിക്കുമോ? പ്ലെയിനിൽ വെച്ച് ബാഗ് മാറ്റം ചെയ്തായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിലെന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പില്ലേ? കസ്റ്റംസിൻ്റെ കണ്ണിൽപ്പെട്ടാൽ അപകടകാരിയായേക്കാവുന്ന എന്തെങ്കിലും ആ ബാഗിലില്ലേ? ഡിറ്റക്റ്റീവിൻ്റെ ചിന്ത പ്രവർത്തന വലയത്തിലൂടെ കറങ്ങുകയാണ്. ഈ ബാഗിൽ എന്താണ് മിസ്റ്റർ? ഒരു സിഗരറ്റിന് ലൈറ്റർ തെളിച്ച് തീ കൊളുത്തിക്കൊണ്ട് തോമസ് ചോദിച്ചു. പച്ചക്കണ്ണട അത് കേട്ടതായി ഭാവിച്ചില്ല. അയാൾ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. തോമസിൻ്റെ സംശയം ബലമായി. അയാൾ വിരൽ കൊണ്ട് ബാഗിൽ അമർത്തി നോക്കി. കട്ടിയായ എന്തോ അതിലുണ്ട്. പച്ചക്കണ്ണട കാണാതെ അയാൾ കത്തുന്ന സിഗരറ്റ് ബാഗിൻ്റെ കട്ടി കുറഞ്ഞ ഭാഗത്ത് മുട്ടിച്ചു. 3 മിനിറ്റിനുള്ളിൽ ബാഗിൽ ഒരു ദ്വാരമുണ്ടായി. ദ്വാരത്തിൽ എന്തോ തിളങ്ങുന്നു. ഇയാൾ ഒരു വെള്ളി മോഷ്ടാവാണെന്ന് തോമസ് മനസ്സിലാക്കി. കാർ ലക്ഷ്യമില്ലാതെ പാഞ്ഞു പോവുകയാണ്. അയാളും തസ്കര സംഘത്തിൽപ്പെട്ടവനായിരിക്കുമോ? തോമസ് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും റിവോൾവർ കയ്യിലെടുത്തു. കാർ നിർത്തൂ. റിവോൾവർ പച്ചക്കണ്ണടയുടെ നേരെ നീട്ടിക്കൊണ്ട് തോമസ് ഡ്രൈവറോടായി പറഞ്ഞു. അയാൾ ആക്സിലേറ്ററിൽ നിന്ന് കാൽ ബ്രേക്കിലേക്ക് മാറ്റി. ഒരു കുലുക്കത്തോടെ കാർ നിന്നു. ബാഗിലെന്താണ്? തോമസ് പച്ചക്കണ്ണടയോട് ചോദിച്ചു. നിങ്ങൾ ആരാണ് അന്വേഷിക്കുവാൻ? ആരാണെന്ന് കാണിച്ചു തരാം. കാർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിക്കൂ. പകുതി പച്ചക്കണ്ണടയോടും പകുതി ഡ്രൈവറോടുമായി തോമസ് പറഞ്ഞു. ഡ്രൈവർ പച്ചക്കണ്ണടയുടെ നേരെ നോക്കി. അയാൾ എന്തോ ആംഗ്യം കാണിച്ചു. കാർ വീണ്ടും മുന്നോട്ട് പോയി. സ്റ്റേഷനിലേക്കല്ല കാർ പോകുന്നതെന്ന് തോമസിന് മനസ്സിലായി. അയാൾ ഡ്രൈവറെ ആഞ്ഞൊന്നടിച്ചു. അടിക്കഴിഞ്ഞ് തിരിഞ്ഞതും ഒരു കത്തി തോമസിൻ്റെ കഴുത്തിൽ തറച്ചതും ഒപ്പമായിരുന്നു. അയാളുടെ വിരൽ കാഞ്ചിയിൽ അമർന്നു. ഒരു വെടിയുണ്ട കാറിൻ്റെ ചില്ല് തകർത്തുകൊണ്ട് കടന്നു പോയതല്ലാതെ പച്ചക്കണ്ണടയ്ക്ക് യാതൊന്നും സംഭവിച്ചില്ല. പച്ചക്കണ്ണടയുടെ തോക്കിൽ നിന്നും സ്പ്രിംഗ് കത്തി തോമസിൻ്റെ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരുന്നു. അയാൾ അർദ്ധപ്രാണനായി മറിഞ്ഞു വീണു. രക്തം ചീറ്റിയൊഴുകി. പച്ചക്കണ്ണട തോമസിനെ എടുത്ത് കാറിന് വെളിയിലേക്കിട്ടു. ഠേ! ഒരു വെടി. തോമസിൻ്റെ തലയ്ക്കാണ് വെടിയുണ്ട കൊണ്ടത്. അയാൾ ഒന്ന് പിടഞ്ഞു. തോമസിൻ്റെ ബാഗ് പുറത്തേക്കെറിയപ്പെട്ടു. ആ കാർ മിന്നൽ വേഗതയിൽ പാഞ്ഞുപോയി. ശ്മശാന ഭീകരത ഓളം വെട്ടുന്ന നിശബ്ദ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നതിനാൽ വാഹനങ്ങളുടെ പ്രവാഹം ആ തെരുവിൽ നിലച്ചിരുന്നു. സമീപത്തുള്ള ഒരു കെട്ടിടത്തിലും പ്രകാശമുണ്ടായിരുന്നില്ല. അകലെ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അതടുത്തു വന്നു. 2 പ്രകാശഗോളങ്ങൾ. അത് ഒരു കാറിൻ്റെ പ്രകാശമായിരുന്നു. കാർ അടുത്തെത്തി. തോമസിൻ്റെ അടുത്തെത്തിയപ്പോൾ അത് ഒരു ഞരക്കത്തോടെ നിന്നു. റോഡിൽ ഒരു ശരീരം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് അതിലെ യാത്രക്കാരൻ കണ്ടു. യാത്രക്കാരൻ പുറത്തിറങ്ങി. കറുത്ത പാൻറ്റും കോട്ടുമാണ് അയാൾ ധരിച്ചിരുന്നത്. ഉയർന്ന നെറ്റി, അല്പം നീണ്ടു വളഞ്ഞ നാസിക, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ, ഇവയെല്ലാം അയാളുടെ പ്രത്യേകതകളായിരുന്നു. തലയിൽ ഒരു ഹാറ്റും സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ തോമസിനെ പരിശോധിച്ചു. അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ശരീരത്തിൽ വളരെയധികം മുറിവുകളുണ്ട്. കറുത്ത ഓവർകോട്ട് ചുവന്നിരുന്നു. മുറിവുകളിൽ നിന്നും രക്തപ്രവാഹം ഇനിയും നിലച്ചിട്ടില്ല. തലയൊട്ടി തകർന്നിരുന്നു. ബീഭത്സമായ ആ കാഴ്ച അധിക നേരം കണ്ടു നിൽക്കാൻ ഡോക്ടർ നെൽസന് സാധിച്ചില്ല. അല്പ അകലെയായി ഒരു ബാഗ് കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ബാഗ് എടുത്ത് പരിശോധിച്ചു. അതിലെ ഡയറിയിൽ നിന്നും മരിച്ച വ്യക്തി ഒരു
കുറ്റാന്വേഷകൻ ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ബാഗുമായി അദ്ദേഹം കാറിൽ കയറി. അദ്ദേഹം കാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. വിവരമറിഞ്ഞ പോലീസ് വാൻ സംഭവസ്ഥലത്ത് പാഞ്ഞെത്തി. ഇൻസ്പെക്ടർക്ക് തോമസിനെ പരിചയമുണ്ടായിരുന്നു. ആ ബുദ്ധിജീവിയുടെ മരണത്തിന് ഹേതുഭൂതൻ ആരായിരിക്കും? വിവിധ ചിന്തകളോടെയാണ് ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ തിരിച്ചെത്തിയത്. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട ഇൻസ്പെക്ടർ റിസീവർ കയ്യിലെടുത്തു. ന്യൂ സൗത്ത് വെയിൽസിലെ രഹസ്യ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു സന്ദേശം. രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനായ മാർട്ടിൻ ചുട്ടുകരിക്കപ്പെട്ടിരിക്കുന്നു. ഇൻസ്പെക്ടറെ തളർത്തിക്കളഞ്ഞ ഒരു വാർത്തയായിരുന്നു അത്. ഇതാ, ഒരു രാത്രി കൊണ്ട് 2 കുറ്റാന്വേഷകന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇൻസ്പെക്ടർ ഡിറ്റക്റ്റീവ് ഫ്രാൻസിസിനെ ഡയൽ ചെയ്തു. ഹലോ മിസ്റ്റർ ഫ്രാൻസിസ്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇൻസ്പെക്ടർ റോബർട്ട് കിങ്, സ്റ്റേഷനിൽ നിന്നും സംസാരിക്കുന്നു. താങ്കളോ? എന്തുണ്ട് വിശേഷം? വിശേഷങ്ങൾ തന്നെ, ഞെട്ടിപ്പിക്കുന്ന വിശേഷങ്ങൾ. മനസ്സിലായില്ല? ഇവിടെ വരെ വരൂ, എല്ലാം വ്യക്തമായി മനസ്സിലാക്കാം. ശരി, പക്ഷേ എൻ്റെ കാർ ഇവിടെയില്ല. അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. വിഷമിക്കേണ്ട, ഞാൻ കാർ അയക്കാം. 5 മിനിറ്റ് കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് റിസീവർ താഴെ വെച്ചു. ഉടൻ തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം റൂമിൽ നിന്നും പുറത്തു വന്നു. കയ്യിൽ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ഒരു കാർ ഫ്രാൻസിസിൻ്റെ ബംഗ്ലാവിന് മുന്നിൽ വന്നു നിന്നു. ഡിറ്റക്റ്റീവ് ഫ്രാൻസിസ് കാറിൽ കയറി. ജനൽ കർട്ടനിടയിലൂടെ ഫ്രാൻസിസിൻ്റെ സഹോദരി സിൽവിയ ആ രംഗം കാണുന്നുണ്ടായിരുന്നു. കാറിൽ വന്ന പോലീസുകാരൻ യന്ത്രം സ്റ്റാർട്ടാക്കി. കാറിൻ്റെ പ്രകാശം ഇരുളിൽ മറയുന്നതുവരെ സിൽവിയ നോക്കി നിന്നു. പ്രകാശം നിശേഷം അപ്രത്യക്ഷമായപ്പോൾ അവൾ ബെഡ്റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് ഒരു ഹോണടിക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടു. സിൽവിയ പൂമുഖത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഗേറ്റിന് മുമ്പിൽ നിർത്തിയിരുന്ന കാറിൽ നിന്നും ഒരു പോലീസുകാരൻ ഇറങ്ങി സിൽവിയയുടെ അടുത്തെത്തി. അദ്ദേഹത്തിനോട് ഒന്ന് വേഗം വരാൻ പറയൂ, അയാൾ പറഞ്ഞു. ചേട്ടൻ ഇപ്പോൾ പോയതേയുള്ളൂ, സിൽവിയ അത്ഭുതത്തോടുകൂടി പറഞ്ഞു. എന്ത്? ഇതിനു മുൻപ് സ്റ്റേഷനിൽ നിന്ന് കാർ അയച്ചില്ലല്ലോ? അപ്പോൾ ചേട്ടനെ കൊണ്ടുപോയ കാറോ? മറിഞ്ഞു വീഴാതിരിക്കാനായി അവൾ വാതിൽപ്പടിയിൽ ബലമായി പിടിച്ചു. കഥ തുടരും.